ശോഭങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കട്ടെ. വചനത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനം ഞങ്ങളുടെ അകത്തളങ്ങളിൽ ആഴത്തിൽ ഇറങ്ങി വരണം. വചനം ഞങ്ങളെ വിടുവിക്കണോ? വചനം അതിവേഗം ഓടണോ? വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചിലത് തുറന്നു തരണോ? വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെ അടയ്ക്കണം. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ശക്തി, എല്ലാവരും വചനങ്ങളെ തുറന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി. ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. എന്റെ വചനം അതിവേഗം ഓടുന്നതാ. അത് ചിലതിനെ തുളച്ചു കയറും. അത് വിടുവിക്കേണ്ടതിനെ വിടുവിക്കോ, അത് ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കോ, അത് നിരത്തേണ്ടതിനെ നിരത്തോ, അത് അടയ്ക്കേണ്ടതിനെ അടയ്ക്കോ, അത് തുറക്കേണ്ടതിനെ തുറക്കും. ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ഇതിനകത്ത് ആഴത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നതിന് നന്ദി പറയുന്നു. ക്ലൈമറ്റിനെ ദൈവം ഇപ്പോൾ തന്നെ നിയന്ത്രിച്ചതിന് നന്ദി പറയുന്നു. സ്വർഗീയ കരം ഞങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങിയതിന് നന്ദി പറയുന്നു. പുത്രൻ തമ്പുരാൻ ഞങ്ങളുടെ നടുവിൽ മഹത്വം എടുക്കുന്നതിന് നന്ദി പറയുന്നു. കരങ്ങളെ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ആ യേശുവേ. ആ യേശുവേ എന്നുള്ള വിളിക്കകത്ത് സൗഖ്യമുണ്ട്. ആ യേശുവേ എന്നുള്ള വിളിക്കകത്ത് അത്ഭുതമുണ്ട്. Jesus, 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 Jesus. Thank you, Jesus. ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് ഇതിനകത്ത്. ഞാൻ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിളി പിന്നെ നിർത്തിയില്ല. എനിക്കൊരു കാര്യം, ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഒരിക്കൽ വഴിവക്കിലിരുന്ന് ഒരുത്തൻ ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പം അവന്റെ വീട്ടിൽ പോയിരുന്നു കർത്താവ്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒറ്റ വിളിയാ വിളിച്ച ദാവീദ് പുത്ര. വൈകിട്ട് വീട്ടുകാർ നോക്കിയപ്പോൾ വഴിയിൽ നിന്ന യേശു അവന്റെ വീട്ടിലിരിക്കുക. എന്നാ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നീ ഒറ്റ വിളി വിളിച്ച വീട്ടിലല്ല, ഇന്ന് വീട്ടിൽ മാത്രമല്ല, നീ ബസ്സിൽ കയറിയാൽ അവിടെ വരും, നീ ഓഫീസിൽ കയറിയാൽ അവിടെ വരും. ഓ, സന്തോഷമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? അമ്മേ, ഞാൻ ഈ വചനമൊക്കെ എൻ്റെ അകത്തിങ്ങനെ കത്തുമ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര സന്തോഷം വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ടോ? ഒരുത്തൽ വഴിവക്കിലിരുന്ന് വിളിച്ചവൻ്റെ വീട്ടിൽ ആര് പോയിരുന്നു? യേശു പോയിരുന്നു. വൈകുന്നേരമായപ്പോൾ കാണാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരുണ്ട്? യേശു. ഞാൻ അതിനേക്കാൾ ക്രൂശിൽ കിടന്നവൻ ഒറ്റ വിളി. എനിക്കതാ അത്ഭുതം. വഴിവക്കിലിരുന്നവൻ വിളിച്ചപ്പോൾ അവന്റെ കൂടെ വീട്ടിൽ ചെന്നു. ഒരുത്തൻ ക്രൂശിൽ കിടന്ന് വിളിച്ചവൻ പറഞ്ഞു, നീ എന്റെ കൂടെ ഞാൻ ഒരിക്കൽ വീട്ടിൽ വരാൻ പറഞ്ഞു. ആ കളം വേറെയാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു വീട്ടിൽ നിങ്ങളെ കൊണ്ടുപോകും. ആ വീടിന്റെ പേരാ നിത്യതയുടെ വീട്. ആമേ. ആ സന്തോഷത്തിൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കാം. പറ്റുന്നിടത്തോളം സമയം ഹല്ലേലൂയ സ്തോത്രം പറയുന്ന ഏറ്റവും അനുഗ്രഹമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന ഇടയ്ക്ക് മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് യേശുവേ എന്നൊന്ന് വിളിക്കുന്നേ. കാരണം ആ വിളിയുടെ അകത്ത് സ്വർഗം ഇങ്ങനെ കുനിഞ്ഞു വരും. കാരണം ആ പദത്തിന്റെ പവർ അതാ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തിരിക്കുന്ന, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ പദത്തിൽ താൻ പറയുക, സാക്ഷികളുടെ വലിയ ഒരു ഗ്യാതറിംഗ് നമുക്ക് ചുറ്റും എന്ത് ചെയ്യുക? നിൽക്കുക. ഈ ട്രാൻസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഭാഷ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ദൈവമക്കൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് അനുഗ്രഹമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരങ്ങനെ ചെയ്യുന്ന കണ്ടോണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞേ. പൗലോസ് പറയാ, സാക്ഷികളുടെ വലിയ ഒരു ഗ്യാതറിംഗ് എന്ത് ചെയ്യുക? നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാരില്ല, എൻ്റെ ഫ്രണ്ടിലുണ്ട്,
എന്റെ രണ്ട് സൈഡിലുണ്ട്, പക്ഷെ എന്റെ ബാക്കിൽ ആൾക്കാരില്ല. പക്ഷെ പൗലോസ് പറഞ്ഞ പദത്തിനകത്ത് പറയുക, ഫ്രണ്ടിലും ഉണ്ട്, സൈഡിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. ആരാ നിൽക്കുന്ന? സാക്ഷികളുടെ കൂട്ടം. ആർക്ക് ചുറ്റും നിൽക്കുന്നു? ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ചുറ്റും. എന്തിനു വേണ്ടി നിൽക്കുന്നു? നീ പതറുമ്പോൾ നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ നിൽക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ചോണം, എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ദൈവവൈദ്യൻ എങ്ങനെ തിരിഞ്ഞാലും, ഒരാൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് തിരിഞ്ഞാലും അവിടെ നിന്നെ വെയിറ്റ് ചെയ്തൊരു സാക്ഷിയുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാലും നിന്നെ വെയിറ്റ് ചെയ്തൊരു സാക്ഷിയുണ്ട്. അങ്ങോട്ട് നോക്കിയാലും സാക്ഷിയുണ്ട്, ഇങ്ങോട്ട് നോക്കിയാലും സാക്ഷിയുണ്ട്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുമ്പം 75-ാമത്തെ വയസ്സിൽ അബ്രഹാം അപ്പന്റെ കൂടെ ബിസിനസ് ചെയ്ത് നല്ല ലാഭകരമായ ബിസിനസ് അബ്രഹാം ചെയ്ത് എന്ന് പറഞ്ഞാൽ ബാർഗൈനിങ് ഇല്ലാത്ത ബിസിനസ്സാ. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരാണ്, കടയിൽ വന്ന് ചിലർ എന്ത് ചെയ്യും? പക്ഷെ അബ്രഹാം ചെയ്ത ബിസിനസ്സിന് എന്തില്ലായിരുന്നു? ബാർഗൈൻ ചെയ്യാൻ പറ്റത്തില്ല. പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പൈസ പിന്നെ തരാന്ന് പറയുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അതിന് ബാർഗൈനിങ് ഇല്ലാത്ത ബിസിനസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിക്കി പറയുന്നത് പൈസയാ. ലാഭകരമായ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്പരാൻ ഒറ്റ വാക്ക് പറഞ്ഞ് എല്ലാം വിടണം, എന്റെ കൂടെ ഇറങ്ങണം, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോകണം. ശ്രദ്ധിച്ചോണം, 75-ൽ കേട്ടു, 24 വർഷം അതിന്റെ പുറകിന് നടന്നു. 24 വർഷത്തിന്റെ ഇടയിൽ 10 പ്രാവശ്യം ദൈവം ഡയറക്റ്റ് ഇറങ്ങി അബ്രഹാമിനോട് ഇടപെട്ടു. ഈ 10 പ്രാവശ്യം ദൈവം ഇറങ്ങി ഇടപെടുമ്പോഴും ദൈവത്തിന് പറയാൻ ഒറ്റ ദൂത. ആ ദൂത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി നിന്റെ അകത്തുനിന്ന് വരും, അവൻ ഒരു രാജ്യമാകും. ഒറ്റ ദൂതയുള്ള അബ്രഹാമിനോട് ദൈവത്തിന് ഒരു തലമുറ വരും, അതെന്തായിട്ട് മാറും? രാജ്യമാകും. 10 പ്രാവശ്യം ദൈവം ഇറങ്ങി ദൂത് പറഞ്ഞു. ദൈവം ഓരോ പ്രാവശ്യം ദൂത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അബ്രഹാമിനെ. ഞാൻ ഈ സാക്ഷികളുടെ കൂട്ടത്തിൽ അബ്രഹാമൊക്കെ കയറി വരും, ചിലർ നിങ്ങളുടെ ഇടയിൽ വരും. ഞാനിപ്പം പ്രസംഗിക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കും, എന്നിട്ട് അവർ നിങ്ങളെ തൊടും, നിങ്ങളോട് സംസാരിക്കും. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അറിയത്തില്ല, പിന്നെ ഈ വചനം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മോഹം ഗർഭം ധരിച്ച് എന്ത് പ്രസവിക്കും? മോഹത്തിന് ഗർഭം ധരിക്കാനും പാപത്തെ പ്രസവിക്കാനും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചോളാം? വചനം ഗർഭം ധരിക്കും. വചനം ഗർഭം ധരിച്ച പാപമല്ല വരുന്നേ, വചനം ഗർഭം ധരിച്ച വചനത്തിൽ പറഞ്ഞത് മുഴുവൻ പുറത്തു വരും. ഇന്ന് രാത്രി ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, ചിലതിന്റെ അകത്ത്, ചില വീടിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം, വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം, ജീസസ്. ഞാൻ എന്റെ കൂടെ നിങ്ങൾ പറയണം, എനിക്കറിയാം നല്ല പോലെ നിങ്ങൾ വേട് കേൾക്കുന്നവരാ. മോഹം ഗർഭം ധരിച്ച് എന്ത് വരുമെന്ന? പണ്ടങ്ങാണ്ടുണ്ടായൊരു മോഹം കാലങ്ങൾ കഴിഞ്ഞ് ഗർഭം ധരിച്ച് എന്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുറത്തു വരുമെന്നല്ല, നാളുകൾ അതിനെ കൊണ്ട് നടന്ന് അതിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒരു ദിവസം കഴിയും നിങ്ങളോട് പോലും ചോദിക്കാതെ പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇന്നലകളിൽ കേട്ട വചനം കളയരുത്. ഇറങ്ങിയ സമയത്ത് കിട്ടിയ വചനം കളയരുത്. കൊണ്ടു നടന്നോ നിന്നോട് പോലും ചോദിക്കാതെ ഈ വചനം പുറത്തു വരും. അത് നിന്റെ ജീവിതത്തിന്റെ വിടുതലായിട്ട് പുറത്തു വരും. ചില വചനങ്ങൾ അകത്ത് കിട്ടിയാൽ അതിനെ കൊണ്ട് നടക്കണം. അടുത്തിരിക്കുന്ന കരത്തെ പിടിച്ചിട്ട് പറ, വചനം കിട്ടിയ കളയല്ലെന്ന് പറ. ഞാൻ തുറന്നു പറയാം, പ്രവചനം മറന്നാലും കുഴപ്പമില്ല, പ്രസംഗിക്കുന്ന വചനം മറക്കരുത്. ആമേ. കാരണം എന്താണെന്നറിയോ, ഈ വചനം നിങ്ങൾ ഇവിടെ കളഞ്ഞാ പോയി. അതുകൊണ്ട് പറഞ്ഞ പാറപ്പുറത്ത് വീണു, വഴിയരികിൽ വീണു, പല സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞു കുറച്ചു വിത്ത് നല്ല നിലത്തു വീണു. പിറ്റേ ദിവസമല്ല, ചില ദിവസങ്ങൾ എടുത്ത് പുറത്തു വരാൻ എന്ന് പറഞ്ഞാൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ നല്ല നിലത്തു വീണാൽ
കാലം കഴിയുമ്പോൾ നിങ്ങളോട് പോലും ചോദിക്കാതെ ആ വിതയ്ക്കപ്പെട്ട വിത്തുകൾ, mighty name of Jesus. എനിക്കറിയാം വചനം ചിലത് ചെയ്യും. എന്റെ അകത്ത് ദൈവം തന്നൊരു ബോധ്യത, വചനത്തിന് ചെയ്യാൻ പറ്റുന്ന പോലെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വചനത്തെ പിടിക്കാൻ? പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വചനം പിടിക്കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനാണെങ്കിൽ ആലയത്തിന്റെ അകത്ത് 8ാം നാളിൽ പരിശോധനയേക്കാൻ ഒരു ശീലയ്ക്കകത്ത് തുറ്റിയ ഒരു പ്രാവും കുഞ്ഞിനെയും കൊണ്ട് ഒരു കുടുംബം കയറി ചെല്ലുമ്പോൾ 2 എണ്ണത്തിനല്ലാതെ ഒരെണ്ണത്തിന് പിടികിട്ടിയില്ല, അത് ക്രിസ്തുവാന്ന്. എത്ര പേർക്ക് വചനത്തെ പിടിക്കാൻ ആഗ്രഹമുണ്ട്? ഇതിനകത്ത് ആഗ്രഹമുണ്ടോ? വചനത്തെ നീ പിടിച്ചാൽ വചനം നിന്നെ പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടന്നാൽ പിന്നെ നിങ്ങളെ പിടിക്കാൻ മറ്റൊന്നിനും പറ്റത്തില്ല. ആമേ, ആമേ. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞ് നമുക്ക് സാക്ഷികളുടെ ഇതിലേക്ക് വരാൻ, പ്രസംഗിച്ച് തീരാൻ പറ്റില്ല, പക്ഷെ പറ്റുന്നിടത്തോളം. ആലയത്തിനകത്തോട്ട് 8ാം നാളിൽ പരിശോധനയേക്കാൾ യേശുക്രിസ്തുവിനെ എടുത്ത് മറിയം ജോസഫോട് ആലയത്തിനകത്ത് ചെല്ലുകയാണ്. ആലയത്തിനകത്തൂടെ നടുവിൽ കുടുങ്ങി യേശു നടന്നു പോകുമ്പോൾ അപ്പുറത്ത് ന്യായശാസ്ത്രി, ഇപ്പുറത്ത് പരീക്ഷ, മുൻപിൽ ന്യായപ്രമാണം എല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഒറ്റ മനുഷ്യർക്ക് മനസ്സിലായില്ല അവർ കാത്തിരിക്കുന്നതാ വന്നെന്ന്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കേ. അവർ കാത്തിരിക്കുന്നതാ. അപ്പുറത്ത് പുരോഹിതൻ നിന്ന് യാഗം നടത്തിക്കൊണ്ടിരിക്കുക. അവൻ പറയുക ഇത് നിഴല, പൊരുള് വരുന്നുണ്ട്. അവന്റെ കണ്ണിന് മുൻപിൽ കൂടെ പൊരുള് നടന്നിട്ട് പുരോഹിതന് തെളിഞ്ഞില്ല. ന്യായപ്രമാണ പുസ്തകം കാണാതെ പഠിച്ച പരീശന് മുൻപിൽ കൂടെ പോയ ക്രിസ്തുവിനെ പിടികെട്ടിയില്ല. കാരണം അവർ പ്രതീക്ഷിച്ച ക്രിസ്തുവല്ല ആലയത്തിന്റെ അകത്തൂടെ കയറിയത്. കാരണം ഇനി അവർക്ക് ക്രിസ്തുവിനെ പിടികിട്ടാത്തതിന്റെ കാരണം വന്ന കുടുംബം അങ്ങനെ. കാളയില്ല, ആടില്ല, ഏതോ ഒരു പാറയുടെ ഇടുക്കിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന ഒരു പ്രാവ്. പക്ഷെ ആലയത്തിന്റെ മൂലയ്ക്ക് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുവൻ. ശ്രദ്ധിക്കേ, ഒരു മനുഷ്യൻ പതിവില്ലാതെ ആലയത്തിന്റെ അകത്ത് ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ ആ മനുഷ്യനോട് ആത്മാവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്താ വർഷങ്ങൾക്ക് ശേഷം ചാടി എഴുന്നേറ്റ്? ആ മനുഷ്യൻ എന്നോട് മറുപടി പറഞ്ഞു, കാത്തിരിക്കുന്നവൻ വന്നിട്ടുണ്ട്. ഓ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടോ? നിന്റെ വാഗ്ദത്തം ദൂരെ വരുമ്പോ ആരോടൊക്കെ ദൈവം ഇതിനകത്ത് ഇടപെടുകയാ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടോ? നിന്റെ വാഗ്ദത്തം ദൂരെ വരുമ്പോൾ തന്നെ സ്പിരിറ്റിൽ നിനക്കതിനെ എനിക്കറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് അസാധാരണമായിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, വാഗ്ദത്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? വാഗ്ദത്തം കേട്ടിട്ട് പോകുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേ. കേട്ട വാഗ്ദത്തം വർഷങ്ങൾ കഴിഞ്ഞാലും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നതിന് മുൻപേ നിന്റെ പ്രോമിസ് കയറി വരും. ചുടമന ശമാന ഘടകന ചുടവൽ കമന ഘടകര ഘടകന. ഈ തലമുറയോട് ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ വാഗ്ദത്തത്തിന്റെ പുറകിന് പോകണ്ട. സമയമാകുമ്പോ വാഗ്ദത്തം നീ ഇരിക്കുന്നിടത്ത് വരും. എന്റെ കൂടെ ഉണ്ട് ആരെങ്കിലും? ശിമ്യോൻ വാഗ്ദത്തത്തിന്റെ പുറകിന് പോയില്ല, മാറിയിരുന്നു, പ്രാർത്ഥിച്ചു. സമയമായപ്പോൾ അവൻ ഇരുന്നിടത്ത് വാഗ്ദത്തം വന്നു. ഞാൻ ഒന്നുകൂടെ കയറിയൊരു ദൂത് പറയാം. കേൾക്കുക മാത്രമല്ല, കേൾക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കൂടെ ചെയ്യണം. ഒത്തിരി പേര് പ്രോമിസ് എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. പക്ഷെ ശിമ്യോൻ കേട്ടത് മാത്രമല്ല, മാറിയങ്ങിരുന്നു. ആലയത്തിനകത്തങ്ങോട്ട് ഇരുന്നു. ശിമ്യോനെ നോക്കിയിട്ട് തൊക്ക് പറഞ്ഞു, കാലാവധി തീരാറായി. ഹലോ, ശിമ്യോനെ നോക്കിയിട്ട് കൂടിരുന്ന പലരും തട്ടിപ്പോയി. സാഹചര്യം മുഴുവൻ ശിമ്യോനെ നോക്കിയിട്ട് പറഞ്ഞു, നടക്കത്തില്ല.
പക്ഷെ ശിമ്യോന്റെ അകത്ത് കിടക്കുന്ന ഒരു സംഭവം പറഞ്ഞില്ല, വരാൻ സമയമായി. ഓ, എനിക്കറിയില്ല ഇതിനകത്ത് ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നു. നീ വെയിറ്റ് ചെയ്ത ചിലത് എനിക്കൊരു കാര്യം അറിയാം, വാഗ്ദത്തം അടുത്ത് വരുമ്പോ സ്പിരിറ്റിനകത്ത് നിൽക്കുന്നവന് ഫീൽ ചെയ്യാൻ പറ്റും. ഹലോ, ഇന്ന് രാത്രി ഇതിനകത്ത് ആ റലം റിലീസ് ആകാൻ പോകുകയാ. ആരും നിങ്ങളോട് പറയണ്ട, നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ചിന്തയുണ്ടാകും, ഞാൻ വെയിറ്റ് ചെയ്തതെന്തോ അത് വീട്ടിൽ എല്ലാവർക്കും പിടികിട്ടണമെന്നില്ല. ഓ, നിന്റെ ഓഫീസിൽ എല്ലാവർക്കും പിടികിട്ടണമെന്നില്ല. പക്ഷെ ആത്മാവിൽ ചലിക്കുന്നവന് വാഗ്ദത്തം അടുത്ത് വരുമ്പോ അതിനെ സെൻസ് ചെയ്യാൻ പറ്റും. അടുത്തിരിക്കുന്നവരുടെ കാര്യത്തെ പിടിച്ചിട്ട് പറ, വാഗ്ദത്തം അടുത്ത് വരുമ്പോ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറ. അമ്മേ, എനിക്കത് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. എറണാകുളത്തിന്റെ ബ്ലോക്കിൽ പെട്ട് ഞാൻ വല്ലാതെ പതറിയാ കയറിയത്. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പോ എന്റെ പതർച്ച മാറി. ഞാൻ അസാധാരണ ആമേ, ഞാൻ ആത്മാവിൽ ഇതിനകത്ത് അതിനെ കാണുകയാ. തിരിച്ച് നിന്റെ വീടിന്റെ അകത്തോട്ട് നീ തിരിച്ചു ചെല്ലുമ്പോ നിന്റെ ഡോറിന്റെ വെളിയിൽ ചിലത് നിന്നെ വെയിറ്റ് ചെയ്യുന്നു. Mighty name of Jesus. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആ ദൂതിനെ ഏറ്റെടുക്കാൻ പറ്റും? ന്യായശാസ്ത്രിക്ക് പിടികിട്ടിയോ? അവര് നോക്കിയപ്പോ ഒരു പ്രാവിനെ കൊണ്ടൊരു സാധാരണ കുടുംബം, പുരോഹിതൻ നിന്ന് തീർച്ചയായും ആടിനെ അറുത്തു വിടുവോ? ജോസിഫസ് എന്ന് പറഞ്ഞ ചരിത്രം പറഞ്ഞ 2,56,000 ആടൊക്കെ ഒരു പെസഹയ്ക്ക് അറുക്കുന്നതെന്ന്. എത്ര? 2,56,000 ആട്. ഒരാടിന് 10 മുതൽ 20 പേര് വരെ ഭക്ഷിക്കും. യേശുവും ശിഷ്യന്മാരോട് കൂടി എത്ര പേരുണ്ടായിരുന്നു? ഒരെണ്ണത്തെ തട്ടിക്കോ 12. അന്നേരം ഒരാടിനെ 10 മുതൽ എത്ര പേര് വരെ ഭക്ഷിക്കും? 20 പേര് വരെ ഭക്ഷിക്കും. അന്നേരം 2,56,000 ആടൊക്കെ ഒരു പെസഹയ്ക്ക് അറുക്കപ്പെട്ടെന്ന് പറഞ്ഞു. ആ ആലയത്തിനകത്ത് എത്ര ലക്ഷം ജനം കയറി നോർത്തോണം. ഒരു പെസഹയ്ക്കൊക്കെ ഇത്ര ആടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ആലയത്തിന്റെ പരിസരം എന്ത് നിറവാ? രക്ത കളറാ. അതുകൊണ്ടാ ഒരിക്കൽ യേശു കെദ്രോൻ തോട് കടന്നപ്പോ യോഹന്നാൻ എഴുതിയ ഒരു വാക്ക് അവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു, അവൻ കെദ്രോൻ തോട് കടന്നു. എന്താ അതിന്റെ അർത്ഥം? ആലയത്തിൽ അറുക്കപ്പെടുന്ന മുഴുവൻ യാഗമൃഗത്തിന്റെയും രക്തം ഒഴുകിയിറങ്ങുന്നത് കെദ്രോൻ തോട്ടിലാ. യേശു കെദ്രോൻ കടന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ദാണ്ടേ യാഗത്തിന്റെ രക്തത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ പോകുകയാ. യഥാർത്ഥ യാഗമൃഗം കെദ്രോനെ കടക്കുകയാ. പുരോഹിതന് പിടികിട്ടിയില്ല, ന്യായശാസ്ത്രിക്ക് പിടികിട്ടിയില്ല, പരീക്ഷന് പിടികിട്ടിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ അറിയാതെ എഴുന്നേർത്തുനിന്ന് എഴുന്നേറ്റ്. ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ഒരുപാട് നേരം, ഞങ്ങൾ രണ്ടോട് ഒത്തിരി നേരം സംസാരിച്ചു. ആരും തെറ്റിദ്ധരിക്കല്ലേ, സ്പിരിറ്റാ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും നാളൊന്നും ഒരു ഉഷാറില്ലായിരുന്നല്ലോ, ഒരു എനർജി ഇല്ലായിരുന്നു, ഇപ്പൊ എവിടുന്ന പുള്ളി ചാടി എഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു, നിന്നേ ചോദിക്കട്ടെ. പുള്ളി എന്നോട് പറഞ്ഞു, ഇപ്പം തടയരുത്, പിന്നെ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ ഇത്രയും നാൾ വാച്ച് ചെയ്തു, ബൈബിള് വായിച്ചപ്പോഴെല്ലാം ഞാൻ നോക്കിയായിരുന്നു, അനങ്ങിയിട്ടില്ല ഇവിടുന്ന്. ഇപ്പൊ എന്താ ഇവിടുന്ന് ഒരു അനക്കം? അദ്ദേഹം പറഞ്ഞു, വെയിറ്റ് ചെയ്തത് വാതക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഇത്രയും നാള് കൈയടിച്ചില്ല, ഇത്രയും നാള് ചാടിയില്ല, പക്ഷെ എന്തോ ഇപ്പൊ ഒന്ന് ചിലതിന് പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? ചിലതിന് പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? പ്രോമിസ് വന്നിട്ടുണ്ട്. ആമേൻ. യേശുവേ എന്ന് വിളിച്ച് ജീസസ്, നിന്റെ പ്രോമിസ് വന്നിട്ടുണ്ട്. ഞാൻ തുറന്നൊരു കാര്യം പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ ചലിക്കാതിരിക്കും, സത്യമാ. പക്ഷെ ചില സമയം നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ശരിക്കും ഒരാൾ റിവൈവലിസ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ പുള്ളിയെ ബോഡി ഇങ്ങനെ നോക്കിയാൽ അല്ലേ?
ഒരു റിവൈവലിസ്റ്റിനെ കണ്ട അവന്റെ ബോഡി കണ്ടാൽ അറിയാം അവൻ ആരാന്ന്. ഓട്ടക്കാരനെ കണ്ടാൽ അറിയാവോ? നിന്റെ അകത്തൊരു റിവൈവലിസ്റ്റ് ഉണ്ടെങ്കിൽ നിന്റെ ബോഡി കണ്ടാൽ അറിയാം. ഞാൻ ആത്മാവിൽ കാണുന്നു, റിവൈവലിസ്റ്റുകൾ എഴുന്നേറ്റ് വരുന്നു. ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് രാത്രി തേജസ്സിന്റെ മേഘം ഈ ആലയത്തിന്റെ വീട്. പവർ, 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 മൈറ്റി പ്രസൻസ്. ഞാൻ ആത്മാവിൽ കാണുന്നു, കുതിരയുടെ കുളമ്പടിക്ക് മുൻപേ ആത്മാവിൽ ഓടുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ഇതിനകത്തു എഴുന്നേറ്റ് വരുന്നു. തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ദൂതിനെ റിസീവ്. ഇന്ന് രാത്രിയിൽ യഹോവയുടെ മേഘം ഇന്ന് രാത്രി ഇതിന്റെ മീതെ എഴുന്നേറ്റ് നിൽക്കുന്നു. You are a revivalist. You are an anointed person. Oh, thari thari miya thalthana sarathana diniya thalkhana sindara chudiya thalmana sharbana hoshmiya. ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലതിനെ സ്വർഗ്ഗം തൊടുകയാ, ചിലതിന്റെ ശരീരത്തിനകത്ത്. Mighty name of Jesus, Arbia, Kolmia, Sharbia, Thoria. Amen. നിന്റെ വീടിനകത്ത് നീ ആ വിടുതലിന്റെ ആളെങ്കിൽ നിന്റെ ബോഡി കണ്ടാൽ അറിയാം. ആമേൻ, ആമേൻ. ഓട്ടക്കാരനെ കണ്ടാ അറിയോ? മനുഷ്യൻ ചാടി അതിനകത്തങ്ങ് എഴുന്ന. ഞാൻ പറഞ്ഞു നിൽക്ക്, ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ട് പോകാൻ. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇത് വായിക്കുമ്പോഴല്ലേ ഇദ്ദേഹം ഇവിടെ ഇരിക്കുക. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നാ ഒന്ന് എഴുന്നേക്കുന്നേ. അതങ്ങ് പറഞ്ഞു കാത്തിരിക്കുക, വന്നിട്ടില്ല. ഒരു ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിട്ടെ ഒരു 22 വയസ്സുള്ളവന്റെ ആരോഗ്യത്തോടെ നടക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ ശിമ്യോനെ യാത്ര? ശിമ്യോൻ മറുപടി പറഞ്ഞ കേൾക്കണോ? വന്നിട്ടുണ്ട് വെളിയിൽ. ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തിരിക്കുമ്പോൾ എന്തൊക്കെയോ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓ, നീ ഉറപ്പിച്ചോ, നിന്റെ വാഗ്ദത്തം നിന്റെ കരത്തിനടുത്തെത്തിക്കഴിഞ്ഞു. ഓടിച്ചെന്ന് ഈ മനുഷ്യൻ ആരെ എടുത്തു? മറിയ എന്ന് പറയുന്ന ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ എടുത്തിട്ട് പറയുക, നാഥാ, ഇനി എന്നെ മരിക്കാൻ അനുവദിക്കണം. അതാ അതിന്റെ റിയാലിറ്റി. ഞാൻ ശിവനോട് ഇതെല്ലാം കഴിഞ്ഞ് ശിവൻ തിരിച്ചു ഞാൻ ശിവനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു പദം പറഞ്ഞേ? മരണം മുമ്പിൽ വന്നിപ്പോണ്ട്, പക്ഷെ അവന് തൊടാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, കാര്യം എന്താ? കാണുമെന്നല്ലേ പറഞ്ഞേ? ഏതൊക്കെയോ ശരീരത്തിനകത്തൂന്ന്, ഏതൊക്കെയോ വീടിനകത്തൂന്ന് ഇന്ന് രാത്രി ചിലത് പൊട്ടി മാറുകയോ. യെസ്, യെസ്. ആമേൻ.
ആമേ ആമേ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. ആർക്കും പിടികിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിനക്കേലത് പിടികിട്ടും. പരീക്ഷന് പിടികിട്ടണമെന്നില്ല, ന്യായശാസ്ത്രിക്ക് പിടികിട്ടണമെന്നില്ല. അർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കും പിടികിട്ടില്ല, നിനക്ക് പിടികിട്ടും. ചിലർ കണ്ടിട്ടില്ലേ, ചിലർ എത്ര നാളായാലും ചിലപ്പോൾ ഇങ്ങനെ അനങ്ങാതൊക്കെ ഇരിക്കും. കുറ്റം പറയണ്ട, സെൻസ് ചെയ്യാൻ തുടങ്ങിയില്ല. അതുകൊണ്ടാ ഈ പ്രോമിസ് വാട്ട് സെൻസിറ്റീവ് ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ സെൻസ് ചെയ്യാനുള്ള കൃപ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അറിയാതെ കൈയൊക്കെ ഒരു വചനം കേൾക്കുമ്പോൾ അറിയാതെ ഇന്നും കിളയ്ക്കാൻ പോകുന്നൊരു അപ്പന്റെ മോനാ ഞാൻ. ദുബൈയിൽ ഈന്തപ്പനയുടെ ചുവടൊന്നുമല്ല, ഓരോരുത്തർ വിളിക്കുന്നവരുടെ വീടുകളിൽ തെങ്ങിനും പ്ലാവിനും ഒക്കെ തടം വെട്ടാനും വീട്ടിലെ ജോലിക്ക് പോകുന്ന ഒരപ്പന്റെ മോന ഇന്നും ഞാൻ. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ റബ്ബർ ഷീറ്റ് കടയിൽ ഷീറ്റ് കഴുകാനും കഴുകിയ ഷീറ്റ് എടുത്ത് പുകപ്പരയ്ക്കകത്ത് വിരിക്കാനും അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട്ടിലെ കാര്യം ഓടത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ 140 പത്രം എറിയാനും പോയ മനുഷ്യനാ ഞാൻ. പക്ഷെ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വാഗ്ദത്തം ഉണ്ടോ? ഞാൻ കാണുന്ന കേട്ടോ, ഇതിനകത്തുനിന്ന് ചിലത് ആത്മാവിൽ ശിമ്യോൻ എഴുന്നേറ്റതുപോലെ അന്ന് ഈ പഠിത്തമൊക്കെ നിർത്തി ഈ പത്രം അറിയാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ വിശ്വാസത്തിലാണ്. ആ സമയം മുതൽ വിശ്വാസത്തിലാണ്. എവിടെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ ചെന്നിരുന്നാൽ ഈ വരുന്ന ദൈവാസന്മാരൊക്കെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ദൂത് പറയുമായിരുന്നു, ഇന്ന് നീ ലോകത്തിന്റെ പത്രം എറിയുന്നു. അടുത്ത ദൂത് കേൾക്കണം, നാളെയുടെ ദിനങ്ങൾ നീ എന്റെ പത്രമായി മാറും. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അന്നൊന്നും പിടികിട്ടിയില്ല. കാരണം ചവിട്ടുന്നിടം മുഴുവൻ താഴ്ന്ന തലത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തമ്പുരാൻ പറഞ്ഞതാ. എന്തിനാ ഞാനിത് പറഞ്ഞ? പ്രതീക്ഷയില്ലാത്ത ആര് ഇതിനകത്തുണ്ടെങ്കിലും ഒരാളും നിന്റെ കൂടെ വേണ്ട, ഒറ്റയാളിനെ നീ പിടിച്ചോ, ആ ആള് നിന്നെ കൊണ്ടുപോയിക്കോളും. സാക്ഷി പറയാൻ നിന്ന നമുക്ക് വചനം കേൾക്കാൻ പറ്റത്തില്ല. 2 വാക്കേ പറഞ്ഞുള്ളെങ്കിലും ഞാൻ എന്താന്ന് മനസ്സിലായില്ല. പിന്നെ ഈ കാണുന്നതെല്ലാം ദൈവം. 2 വാക്കാണെങ്കിൽ മൊത്തത്തിൽ ഇല്ലേ, തുടക്കം മുതൽ ഒടുക്കം വരെ കിട്ടിയില്ലേ? കുടുംബം എന്താ, മഹിമ എന്താ, ആളാര എല്ലാം കിട്ടി 2 വാക്കിനകത്ത്. പക്ഷെ ഇവിടെ നിൽക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, കർത്താവ് ഉണ്ടോ? ഇങ്ങനെയൊക്കെയാ. യേശു ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ തുറന്നു പറയാം, യേശു ഉണ്ടോ? ഇങ്ങനെയൊക്കെയാ. യേശു ഇല്ലയോ? അങ്ങനെയൊക്കെയാ. യേശു ഉണ്ടോ? ഇങ്ങനെയൊക്കെയാ. പറ. വിശ്വസിക്കുന്നവർ യേശുവേ എന്ന് വിളിച്ച്. യേശുവില്ലെങ്കിൽ മനോരമ അറിയും, യേശു ഉണ്ടെങ്കിൽ ബൈബിളിന്. സാക്ഷി പറയാൻ നിന്ന സമയം ഒരുപാട് പോകും. ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കയറി വന്നു, ഒത്തിരി അനുഭവങ്ങൾ കൂടി. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തിലും ചിന്തിച്ച ആ രക്ഷപ്പെടത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരാളെന്ന് പറയുന്നത് രക്ഷപ്പെടും. എന്റെ ലൈഫിന്റെ അനുഭവം അങ്ങനെ. ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് വിചാരിക്കും ഒരാളെന്ന് പറയും നീയേ എഴുന്നേക്കും. ചുമ്മാതെ ഒരു ചോര തിളപ്പിനകത്തൊന്നും കയറി വന്ന് പ്രസംഗിക്കുകയല്ല.
നല്ല അനുഭവത്തിന്റെ വെളിച്ചത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, ആര് കൈവിട്ടാലും യേശു കൈവിടത്തില്ല, ആര് മാറിയാലും യേശു മാറത്തില്ല. കാരണം അവൻ എന്റെ ഉപനിധി, അന്ത്യം വരെ നിർത്താൻ ശക്തനാവൻ. അന്നേരം വചനത്തെ എന്ത് ചെയ്യണം? സെൻസ് ചെയ്യണം. വാഗ്ദത്തങ്ങളെ എന്ത് ചെയ്യണം? സെൻസ് ചെയ്യണം. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് 24 വർഷത്തിനിടയ്ക്ക് ദൈവം എത്ര വട്ടം വന്നു? 10 വട്ടം വന്നു. എത്ര വട്ടം വന്നു? 10. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് 10 വട്ടം വെളിപ്പെടുന്നുണ്ട്. ഇത് നമ്മളൊരു കോറിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. വന്നിട്ട് കർത്താവ് ആദ്യം നോക്കണം. അബ്രഹാമിനോട് ഒരു ദിവസം അബ്രഹാം കൂടാരത്തിന് അകത്ത് കിടന്ന് ഉറങ്ങുക. അപ്പം ദൈവം ചെന്ന് കൂടെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. ഗ്ലോറി. വെൺമാടത്തിന് മുകളിൽ പത്രോസിനെ മാത്രമല്ല നമ്മളെ വിളിക്കും ഗ്ലോറി. അബ്രഹാം ഒരു ദിവസം കൂടാരത്തിനകത്താണ് തുടങ്ങുമ്പോൾ ദൈവം നിന്ന് കൂടാരത്തിന് ഡോറിൻ്റെ അവിടെ ഡോറാണോ വെച്ചിരുന്ന ടാർപ്പയാണോ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ഡോറെന്നങ്ങ് പറയുമോ, ഇങ്ങനെ ഒന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, അബ്രഹാമേ. ഞാൻ ചിന്തിക്കുക, അബ്രഹാം തിരിഞ്ഞ് സാറയോട് നീ എന്നെ വിളിച്ചോന്നൊന്നും ചോദിച്ചില്ല. സാറ പോലും അറിഞ്ഞില്ല. അബ്രഹാം എഴുന്നേറ്റ് ദൈവത്തിന് കൂടെ നടന്നു രാത്രി. ഒരു ദിവസം ദൈവം വിളിച്ചോണ്ട് പോയിട്ട് അബ്രഹാമോട്ട് ദൈവം അബ്രഹാമോട് ഇങ്ങനെ കൈ ഓർത്തോ. അബ്രഹാമോട് സുഖമാണോ? അബ്രഹാം പറഞ്ഞു സുഖമാ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അബ്രഹാം പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അബ്രഹാമോട് ദൈവം തമ്പുരാൻ പറയാം, ഡാ ഞാനേ നിനക്കൊന്ന് മേപ്പോട്ട് നോക്കാവോ? അബ്രഹാം പറഞ്ഞു പിന്നെന്താ, ഫ്രീ ആയിട്ടല്ലേ, ഇങ്ങനെ ഒരൊറ്റ നോട്ടം. ദൈവം തമ്പുരാൻ ചോദിച്ചു എന്തെങ്കിലും കാണുന്നുണ്ടോ? അബ്രഹാം പറഞ്ഞു ആ എന്തുവാ, നക്ഷത്രം കാണുന്നുണ്ട്. ദൈവം തമ്പുരാന്റെ മറുപടി നോക്കണേ, അതുപോലെ ആക്കാം. ശ്രദ്ധിക്കണേ, അതുപോലെ എന്ത് ചെയ്യാം? ആക്കാം. ഞാൻ ഈ സാക്ഷികളുടെ കൂട്ടം പറഞ്ഞു വരുമ്പോൾ ഞാൻ അതിലോത്തോട്ട് കയറാം, ചൂട് ആഴ്ത്തി നമുക്ക് കയറാം. അബ്രഹാമൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം എന്ത് ചെയ്തു? വന്ന് അബ്രഹാമിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് അബ്രഹാമേ? അബ്രഹാം പറഞ്ഞു നക്ഷത്രത്തെ പിടിച്ചുള്ള യാത്രയായിരുന്നു ഇതുവരെ. തമ്പുരാൻ പറഞ്ഞു അബ്രഹാമെ താഴോട്ട് നോക്കാവോ? അബ്രഹാം പറഞ്ഞു പിന്നെന്താ, എന്തോ കാണുന്നുണ്ട്? ഊഴിമണ്ണ് കാണുന്നുണ്ട്. ദൈവം തമ്പുരാന്റെ ചോദ്യം, അതൊന്ന് കയ്യിലോട്ട് എടുക്കാവോ? എനിക്കതാ അത്ഭുതം. അബ്രഹാം പറഞ്ഞു പിന്നെന്താ, കാരണം പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ. കയ്യിലോട്ട് വരുമ്പോൾ ദൈവം പറയും ഇതുപോലെ ആക്കാം. ഇനി ശ്രദ്ധിച്ചേ, ഒരു ദിവസം വീണ്ടും വന്ന് ദൈവം വിളിച്ചിറക്കി. ഇതൊക്കെ വായിക്കണം കേട്ടോ, ഭയങ്കര ബ്ലെസ്സിങ്. എൻ്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ഞാൻ തല കുത്തിയൊക്കെ നിൽക്കും. ഒരു ദിവസം വന്ന് ദൈവം വിളിച്ചിട്ട് ചോദിക്കുക അബ്രഹാമേ എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട്? ആ മണ്ണും നക്ഷത്രത്തിനും പിടിച്ചുള്ള വഴിയാ. അങ്ങനെയാണ് നമ്മളൊരു തൂതിലൊക്കെ പിടിച്ചാണല്ലോ ഈ നടക്കുന്നത് അല്ലേ? ഒറ്റ വേടി പിടിച്ചല്ലേ പോന്നേ. അബ്രഹാമിനോട് എങ്ങനെയുണ്ട്? അബ്രഹാം കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, അനുഗ്രഹമായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് വീട്ടിനകത്ത്? പ്രശ്നമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. അബ്രഹാം ചോദിച്ചു നമുക്ക് മുന്നോട്ട് നടക്കാം. അബ്രഹാം പറഞ്ഞു പിന്നെന്താ, കുറച്ച് മുന്നോട്ട് ദൈവം ഇങ്ങനെ അങ്ങ് നിന്നു. അബ്രഹാം നീ മുന്നോട്ട് നടക്കിനി. അബ്രഹാം ഒന്നും തോന്നി ചോദിച്ചില്ല. അബ്രഹാം കുറേ ദൂരം മുന്നോട്ട് തമ്പുരാൻ പറഞ്ഞു നിക്ക്. ദൈവം തമ്പുരാൻ പറഞ്ഞു മതി, നടന്നോ. നടന്നു. എങ്ങോട്ടാ ഇപ്പം നടന്നു? അബ്രഹാം പറഞ്ഞു തെക്കോട്ടാ. തമ്പുരാൻ പറഞ്ഞു അതുവഴി ഇങ്ങോട്ടേക്ക് വാ. വന്നിട്ട് തമ്പുരാൻ പറഞ്ഞു ഇനി ഇങ്ങനെ അങ്ങോട്ട് നടക്ക്. അവിടെ ചെന്ന് ദൈവം തമ്പുരാൻ അബ്രഹാമെ നടന്നോ? എങ്ങോട്ടാ? വടക്കോട്ടാ. അതുവഴി തിരിച്ചു വാ. തമ്പുരാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് നടക്ക്. അബ്രഹാമെ നടന്നോ? എങ്ങോട്ടാ? കിഴക്കോട്ടാ. വീണ്ടും പുറകിലോട്ട് നടന്നോ? നടന്നു. എങ്ങോട്ടാ? പടിഞ്ഞാറോട്ടാ. ഈ 4 ദിക്കും നടന്നു വന്ന ദൈവത്തിന് മുമ്പിൽ നിന്നപ്പം പറഞ്ഞു അത് തരും. എന്റെ കൂടെ ഉണ്ടോ ആരെങ്കിലും? എന്റെ കൂടെ ഉണ്ടോ ആരെങ്കിലും? അത് തരുമെന്ന്. ഇനി നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ചു അബ്രഹാമെ ടെൻഷൻ അടിച്ച് മുകളോട്ട് നോക്കിയാലോ? വാക്തത്വം. നിങ്ങൾ എൻ്റെ കൂടില്ല. അബ്രഹാം ടെൻഷൻ അടിച്ച് വീടിനകത്ത് പ്രശ്നമൊക്കെ ഉണ്ടാവും. അബ്രഹാം ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് മേപ്പോട്ട് നോക്കാം, നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു. അബ്രഹാം ഇനി അബ്രഹാം ടെൻഷൻ അടിച്ച് താഴോട്ട് നോക്കിയാലോ? ഇനി തെക്കോട്ട് നോക്കിയാലോ? വടക്കോട്ട് നോക്കിയാലോ? പടിഞ്ഞാറോട്ട് നോക്കിയാലോ? കിഴക്കോട്ട് നോക്കിയാലോ? ചുറ്റും ചുറ്റും
അബ്രഹാമിന് ചുറ്റും നോക്കുമ്പോൾ സാക്ഷികളില്ലായിരുന്നു. പക്ഷെ അബ്രഹാമിന് ചുറ്റും എഴുന്നേറ്റ് നിന്നത് അവന്റെ വാഗ്ദത്തം സാക്ഷികളായി. പക്ഷെ ഈ തലമുറയിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് സാക്ഷികളുടെ വലിയ കൂട്ടം. അടുത്തിരിക്കുന്നവരെ കരുത്തെ പിടിച്ചിട്ട് നമുക്ക് ചുറ്റും സാക്ഷികളുണ്ടെന്ന് പറ. കേറാം, നമുക്കിനി സാക്ഷികളിലോട്ട് കേറാം. സന്തോഷമുള്ള എത്ര പേരിനകത്തുണ്ട്? നിങ്ങൾക്ക് ചുറ്റും ആരുണ്ട്? തെക്കോട്ട് നോക്കിയ, വടക്കോട്ട് നോക്കിയ എന്ന് പറഞ്ഞ ഒരു സൈഡിലോട്ട് നോക്കി നിന്നെ വിടാൻ പദ്ധതിയില്ല. ചുറ്റും സാക്ഷി. ഇനി ഞാൻ ഒന്നുകൂടെ കയറ്റി പറയും, എഴുതിയിട്ടില്ല. ഇനി മേപ്പോട്ട് നോക്കിയാലും സാക്ഷികളാ, താഴോട്ട് നോക്കിയാലും സാക്ഷികളാ. ആരാ ഈ പൗലോസ് പറയാം നമുക്ക് ചുറ്റും ആരാ ഈ സാക്ഷികൾ? അതറിയണമെങ്കിൽ 11-ാം അധ്യായം വായിക്കണം. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണ്ട. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരണം. നമുക്ക് ഒരു ചെറിയ ഭാഗം പറഞ്ഞ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. 11-ാം അധ്യായം വായിച്ചിട്ടുള്ളവരുടെ കാര്യങ്ങൾ ഉയർത്തിയേ. ഓ, വായിച്ചിട്ട് ത്രില്ലടിച്ചവർ കൈ ഉയർത്തിയേ. ആ, ബൈബിള് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ എൻ്റെ ധ്യാനത്തിങ്കിൽ എന്ത് കത്തി? ശരിക്കും ആത്മാവിൽ ഒന്ന് നിങ്ങൾ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീടിന്റെ മേളിലൊക്കെ തീ കത്തും. ഇതിലെ 11-ാം അധ്യായം വായിച്ച് നമ്മളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ചു. 11-ാം അധ്യായത്തിനകത്ത് 17 പേരുടെ പേര് പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ വായിക്കാൻ നിന്നാൽ കിട്ടത്തില്ല, ഞാനങ്ങ് ഓടാൻ പോവാം. 17 പേരുടെ പേരെന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഈ 17 പേരെ പൗലോസ് എവിടെ കൊണ്ടുവന്നു? 12-ൽ കൊണ്ടുവന്നു. എൻ്റെ കൂടെ വരണം. 11-ൽ 17 പേരുടെ പേര് പറഞ്ഞിട്ട് പൗലോസ് താഴോട്ട് വന്നിട്ട് പറഞ്ഞു ഇനിയും ചിലരുണ്ട്, പേര് പറയാൻ നിൽക്കുന്നില്ല. എന്നിട്ട് പൗലോസ് ഒറ്റ വാക്കിൽ പറയാ, അവർ ചിലർ തീയുടെ ബലം കെടുത്തിയവർ, അവര് ചിലർ സിംഹത്തിന്റെ വായടച്ചവർ, അവര് ചിലർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയവർ, അവര് ചിലർ വാളിന് കഴുത്തു വെച്ച് കൊടുത്തവർ എന്ന് പറഞ്ഞിട്ട് പൗലോസ് 12-ൽ പറയുന്നു ഇവരെല്ലാം. ആമേൻ. ഇന്നലെ 11-ൽ എത്ര പേരുടെ പേര് പറഞ്ഞു? പേര് പറഞ്ഞ 17 പേര്. ആദ്യം 6 പേരായിരിക്കും പറഞ്ഞേ. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാനങ്ങ് പറയാം, നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. എന്നിട്ട് ആദ്യം പൗലോസ് വന്നിട്ട് പറയുക, ഒരു സാക്ഷിയുടെ പേര് ഞാനും കൂടെ, നിങ്ങളെ ഒരു സാക്ഷിയെ ഞാൻ നിങ്ങളുടെ ഇവിടോട്ട് നിർത്താം. അദ്ദേഹത്തിന്റെ പേര് ഹാബേലെന്ന. എന്താ? ആദ്യത്തെ തലമുറയ്ക്കകത്ത് ഒരുത്തനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരെന്താ? ആബേലിനോട് ചോദിച്ചാ എന്തുവാ ചിരിച്ചോണ്ടിരിക്കുന്നത്? ആബേൽ പറയും ഒന്നുമില്ല, ഒറ്റ യാഗം നടത്തിയത് ഇങ്ങ് പോന്നു. ആബേലിനെ കൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് പൗലോസ് പറയും ഇനി ഞാൻ ഒരാളെ കൊണ്ട് നിർത്താം. ഒരാളെ അവിടെ നിർത്തി, അടുത്ത ആളെ ഇവിടെ നിർത്തുവോ? ആബേൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ. അടുത്ത ആളെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു പേരെന്താന്ന് അറിയാവോ? ഹാനോക്ക്. എന്താ? ഹാനോക്കിനോട് ചോദിച്ചാ എന്താ ചിരിക്കുന്നേ? ഓ, ദൈവത്തോടു കൂടെ നടന്നിങ്ങി പോന്നു. ഓ, ആരാധിച്ചൻ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. കൂടെ നടന്നവൻ ഇവിടെ ഉണ്ട്. അടുത്തൊരാളെ പൗലോസ് കൊണ്ടുവരാ, പേര് നോഹ. നോഹയോട് ചോദിച്ചേ എങ്ങനെയുണ്ട്? നോഹ പറയും ഓ, പൊട്ടനെ പോലെ അടിച്ചു ഇഞ്ഞു പൊങ്ങി പോന്നു. ഇപ്പൊ എത്ര പേരായി? 3 പേര്. പൗലോസ് ഇല്ല, നിർത്തിയില്ല. പൗലോസ് വീണ്ടും വന്നിട്ട് പറയാം ഇനി ഒരാളെ പരിചയപ്പെടുത്താം. ആരാ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആള്, അബ്രഹാം. ആരാ? അബ്രഹാം. പറഞ്ഞ കാര്യങ്ങളും ചോദിച്ചാൽ മതി. എന്തോ അബ്രഹാമേ? ഒന്നുമില്ല, ഞാൻ പുറകിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കാം, ചുമ്മാ തിരുന്നാൽ അതിഞ്ഞ് വരും. ഓക്കെ. ആരാധിച്ച ആളെ കൊണ്ടുവന്നു, കൂടെ നടന്ന ആളെ കൊണ്ടുവന്നു, പെട്ടകം അടിച്ച ആളെ കൊണ്ടുവന്നു, വിശ്വസിച്ച ആളെ കൊണ്ടുവന്നു. തീർന്നോ? 4 പുരുഷന്മാരെ ചുറ്റും നിർത്തി കഴിഞ്ഞപ്പോൾ പൗലോസിന് തോന്നി ഇനി ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണമല്ലോ. പൗലോസ് പറഞ്ഞ് സാറ താണ്ട നിൽക്കുന്നു.
ഇവിടെ 4 പുരുഷന്മാരുടെ ഇടയിൽ ആര് വന്നു? സാറ. വീണ്ടും പൗലോസ് വിടുകയില്ല. പിന്നെ പൗലോസ് വീണ്ടും ആരിലോട്ട് വന്നു? നമ്മളിലോട്ട് വന്നു. സാറയെ അങ്ങോട്ട് നിർത്തിയിട്ട് പൗലോസ് പറയാ, ഇസ്സഹാക്ക്, യാക്കോബ്. ഹലോ, അടുത്ത അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നമ്മുടെ ഇവിടുത്തെ ദൈവദാസന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ത്രില്ലടിച്ച് അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. അടുത്ത അദ്ദേഹത്തിന്റെ പേര് കൊണ്ടുവന്നായിരുന്നു അറിയോ? അബ്രഹാം, സാറ, ഇസ്സഹാക്ക്, യാക്കോബ്. അടുത്ത കൊണ്ടുവരുന്ന ആരാന്നറിയാവോ? ജോസഫ്. പുള്ളി എല്ലാവരെയും സെന്ററിൽ കൊണ്ട് നിർത്തി. അവിടെ കൊണ്ട് പൗലോസ് ചെയ്യുന്നില്ല. പൗലോസ് പറയാം ഇനിയും ഉണ്ട്. ഞാൻ ചോദിച്ചു ആരാ? വില്ലന്മാരും വല്ലതും ഉണ്ട്? പൗലോസ് പറഞ്ഞു അല്ല, ഒരപ്പനും അമ്മയെ. ഞാൻ ചോദിച്ചു ഏതപ്പനും അമ്മയും? ഓ, ഒരു ചെറുക്കൻ്റെ മേലെ ഒരു വാക്തത്വം ഉണ്ടെന്ന് കണ്ടപ്പം പറവോനോട് പോലും വെല്ലുവിളിച്ച് പെട്ടകൊടിച്ച് അപ്പനും അമ്മയില്ലേ? പൗലോസ് പറഞ്ഞു ദാണ്ട നിൽക്കുന്ന ഒരു അപ്പനും അമ്മയും. ഓ, ഇവരെല്ലാം നിങ്ങളുടെ ഇടയിൽ വരും സമയം ഉണ്ടെങ്കിൽ. അവിടെ കൊണ്ടും പൗലോസ് തീർന്നില്ല. പൗലോസ് പറയാ ദാണ്ടൊരു ചെറുക്കൻ ദിവ്യ സുന്ദരന നിൽക്കുന്നു, മോശം. അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ പോകും, നിങ്ങൾ വീട്ടിൽ പോയി ഇബ്താഹ്, ബാരാക്ക്, ശിംശോൻ, ദാവീദ്, ശമൂവേല്. ഹലോ, ഒരു 17 എണ്ണത്തിന്റെ പേര് പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു ദാണ്ട് ഇവര് മൊത്തം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. തീയുടെ ബലം കെടുത്തിയവർ നിങ്ങളുടെ ചുറ്റും, സിംഹത്തിന്റെ വായടച്ചവർ നിങ്ങളുടെ ചുറ്റും, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയവർ നിങ്ങളുടെ ചുറ്റും. എന്തിനു നിൽക്കുന്നു? ഓടുന്ന നിന്റെ വേഗത കുറയുമ്പോ നിനക്ക് ധൈര്യം പകരാൻ നിൽക്കുന്നു. ഓ, എവിടെങ്കിലും നീ ഒന്ന് പതറുമ്പോഴേ നിനക്ക് ധൈര്യം പകരാൻ ഒരു കൂട്ടം വിശുദ്ധന്മാർ. നമ്മുടെ മെസ്സേജിലോട്ട് കയറുവാ. ഗ്ലോറി. ഇപ്പൊ എല്ലാവരും എവിടെ വന്നു? നമ്മുടെ ചുറ്റും. ഇനിയിപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് പ്രശ്നമുണ്ട്, ആരെങ്കിലും സഹോദരൻ എനിക്കെതിരെ തിരിഞ്ഞു, അന്നേരം നിങ്ങൾ ചുമ്മാ നോക്കിയേ ജോസഫ് എന്ന് ചിരിക്കും, നിങ്ങൾ ഓടും. ഓ, ഞങ്ങളുടെ ചുറ്റും ഭയങ്കര വഷളത്തോ, ഇങ്ങനൊന്നും ഇനിയൊന്നും ആത്മീയത ജീവിക്കാൻ പറ്റത്തില്ല. അന്നേരം നിങ്ങൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞാൽ മതി, നോഹ നിങ്ങളെ നോക്കി ചിരിക്കും. ഹലോ, നിർത്തേ, കേക്ക്. ഓ, 6-7 വർഷമായി പ്രവചനം കേൾക്കുന്നുണ്ട്, ദൂത് കേൾക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഇനി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ചിന്തിച്ച് നീ തിരിഞ്ഞു പോകാൻ തോന്നുമ്പോൾ അബ്രഹാം നിന്നെ നോക്കി ചിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ വിശ്വാസത്തിൽ ഈ വീട്ടിനകത്തുള്ളവൻ നക്ഷത്രവും പൂഴിയൊക്കെ വാരി എണ്ണിക്കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ നിങ്ങൾ ഇതിനെയൊക്കെ വിമർശിക്കാൻ നിൽക്കുമ്പോൾ സാറ് നിങ്ങളെ നോക്കി ചിരിക്കും. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി? ഈ മല്ല് പിടിച്ച് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് തിരിയാമെങ്കിൽ ഒരുത്തം നിങ്ങളെ നോക്കി തിരിച്ചിട്ട് പറയും പേര് യാക്കോബെന്നാ. ഇപ്പം പിന്നെന്താ, ഒന്ന് പിടിച്ചതാ, പേര് മാറി ഇസ്രയേലായി. ഉണ്ടോ എൻ്റെ കൂടെ ആരെങ്കിലും ഇന്ന് രാത്രി? വീടിനകത്ത് ചലിക്കാൻ അവസരമില്ല, കരയാൻ അവസരമില്ല, കുഞ്ഞുങ്ങൾക്കൊന്ന് ഓടാൻ അവസരമില്ല. വല്ലാതെ ചുറ്റുപാട് നിങ്ങളെ കറക്കുമ്പോൾ, സ്ട്രഗിൾ ചെയ്യുമ്പോൾ, ആത്മാവിൽ നീ വല്ലാതെ മനഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരപ്പനും അമ്മയും നിന്ന് ചിരിക്കും. അവര് പറയും ഇതിനേക്കാൾ വലിയ പ്രതികൂലത്തിനകത്ത് ഞങ്ങളൊരു തലമുറയെ പൊക്കിയേ. പിന്നെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കാൻ ആൾക്കാരെ കാണും. ഇനി 11-ാം അധ്യായത്തിലോട്ടൊന്ന് പോ. ഇങ്ങനെ വരണ്ടേ? ഇനി 11-ാം അധ്യായം വായിച്ചപ്പോൾ നമുക്ക് എന്നാ ത്രില്ലായിരുന്നല്ലേ? 11-ാം അധ്യായത്തിൽ പൗലോസ് എന്താ പറഞ്ഞ്? പെട്ടകം അടിച്ചവർ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അത്ഭുതം അടയാളവും വീര്യപ്രവൃത്തിയും ചെയ്തവർ, ഇവരെല്ലാം 11-ാം അധ്യായത്തിൽ കാണിച്ച് പൗലോസ് 12-ാം അധ്യായത്തിൽ വന്നപ്പോഴാ പറഞ്ഞ് ഇവരെല്ലാം നമുക്ക് ചുറ്റും എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. ഇനി 11-നും 12-നും ഒരു ഭയങ്കര സ്ട്രാറ്റജിക്കൽ എന്താ പറയുക, ഒരു ബേസ്മെന്റ് ഉണ്ട്. ഈ 11-ാം അധ്യായത്തിൽ നമ്മൾ ഗാലറിയില. എന്റെ കൂടെ ഉണ്ടാരെങ്കിലും? 11-ാം അധ്യായത്തിൽ നമ്മൾ എവിടാ? പക്ഷെ 12-ൽ വന്നപ്പം പൗലോസ് തിരിച്ചു. ഈ ട്രാക്കിൽ നിന്നവർ ഗാലറിയിലും വന്നു, ഗാലറിയിൽ നിന്നവർ ട്രാക്കിലും.
11 നമ്മള് കൈയടിച്ച് നമ്മളെ കൈയൊക്കെ പൊട്ടിച്ചില്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. പൊട്ടനെ പോലെ മഴ വരുമെന്ന് പറഞ്ഞ് ഒരുത്തം പെട്ടകം അടിക്കുന്ന കണ്ടപ്പം ആത്മാവിൽ നമ്മൾ കൈയടിച്ചില്ലേ? 11 കൈയൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ആഘോഷിച്ചിരിക്കും. പൗലോസ് പറഞ്ഞു നിർത്തിക്കോ. പൗലോസ് എന്താ കാര്യം? നമുക്കിനിയും 12 പോവാം. മനസ്സിലാവുന്നില്ല. 11-നകത്തുനിന്ന് 12-നകത്തേക്ക് നിന്നെ എടുത്തെറിയുന്നതാ പുതിയ നിയമസഭയുടെ അഭിഷേകം. ആമേൻ, ആമേൻ, ആമേൻ. ഓ റബക്കേരിമേ അസാരിയ ധൽക്കന. എന്നോട് ദൈവം പറഞ്ഞു 11-ന്ന് 12-ലോട്ട് ചിലർ ചാടാൻ പോകുകയാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകം തിരിപ്പുണ്ട്? എത്ര പേര് ഇതിനകം തിരിപ്പുണ്ട്? 11-ാം അധ്യായത്തിൽ കിടന്ന് കൈയടിച്ച പലതും ഇന്ന് രാത്രിയിൽ 12-നകത്തോട്ട് ഈ 11-ാം അധ്യായമാ ഈ കുളം കലങ്ങുമ്പം ചാടുന്നേ. പക്ഷെ 12-ാം അധ്യായം കട്ടിലെടുത്തോണ്ട് നടക്കുന്നേ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആത്മാവിൽ ഞാൻ ദൂതിനെ റിലീസ് ചെയ്ത് വിടുക ഇതിനകത്ത്. പതിനൊന്നാം അധ്യായമായി കേട്ടത് പറയുന്നേ. പക്ഷെ 12-ാം അധ്യായം പുതിയത് പുറത്തു വരും. നിങ്ങൾ പറയുന്ന ചില വേടുകൾ ദൈവം സീൽ ചെയ്ത് വിടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 9 മണി നേരത്താണോ 3 മണി നേരത്താണോ പത്രോസ് യോഹന്നാൻ ആലയത്തിന് ഫ്രണ്ടിൽ ചെന്നേ? നമ്മുടെ 9 മണി, അവരുടെ 3 മണി. ഗ്ലോറി. അത്രേ ഉള്ളൂ, 6 മണിക്കൂർ വ്യത്യാസം. അന്നേരം കാണാൻ അമ്മയുടെ ഗർഭം മുതൽ മുടനായിട്ടുള്ള ഒരുത്തൻ എവിടെ ഇരിക്കുവോ? ആലയത്തിന്റെ ഫ്രണ്ടിൽ. ഞാനിങ്ങനെ ബ്യൂട്ടിഫുൾ ടെമ്പിൾ വിത്ത് അഗ്ലി പ്രോബ്ലം. ടെമ്പിളൊക്കെ ബ്യൂട്ടിഫുള്ളാ, പക്ഷെ പ്രോബ്ലം. അന്നേരം പത്രോസും യോഹന്നാനോട് എവിടെ ചെല്ലുന്നേ? ആലയത്തിന്റെ ഫ്രണ്ടിൽ. ഇവൻ അവരോട് ചോദിച്ചു വിഷാരണോ എന്ന് പറഞ്ഞു. അവര് ഇവനെ നോക്കിയിട്ട് പറഞ്ഞു വെള്ളിയും മുന്നിൽ ഞങ്ങളുടെ കയ്യിൽ എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. ഗ്ലോറി. ശ്രദ്ധിക്കണേ, ഇവൻ ചോദിച്ചെന്തുവാ? അവരവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വെള്ളിയും മുന്നിൽ ഞങ്ങളുടെ കയ്യിൽ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ പത്രോസിനെ ഇപ്പൊ സാക്ഷികളുടെ കൂട്ടത്തിൽ ഇവരെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് പത്രോസിനെ യോഹന്നാനെ വിളിച്ചിട്ട് ചോദിക്കണം, അല്ല അങ്ങനെ വല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ പറയാൻ? അല്ല അങ്ങനെ വല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ പറയാൻ? അവര് പറയില്ല. പിന്നെ അകത്ത് വന്നത് പറഞ്ഞു, പറഞ്ഞതിനെ സ്വർഗം എഴുതി. എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? നീ പറയുന്ന ചിലത് ചരിത്രമാകും. അതുകൊണ്ട് വെറുതെ വീടിനകത്ത് കയറി ഈ നെഗറ്റീവ് ഒന്നും അടിക്കണ്ട, മൊത്തം പോസിറ്റീവ് അടിച്ചാൽ മതി. ചവിട്ടുന്നടം മുഴുവൻ താഴുമ്പം പറയണം ഓ ഇതൊക്കെ കട്ടിത്തറയാന്ന് പറയണം. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ സ്നേഹിതർക്ക് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടൊരു കാര്യം, ഒരു മനുഷ്യൻ എല്ലാ ബിസിനസ്സും പൊട്ടി ഒരു പാർക്കിനകത്ത് എന്നിരിക്കും, അടുത്ത ആൾ വന്നിരുന്നു. ഗ്ലോറി. എല്ലാ ബിസിനസ്സും പൊട്ടി തകർന്ന് ജീവിതം മുഴുവൻ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ലെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അടുത്ത ആൾ വന്നിരുന്നു. വന്നിരുന്നിട്ട് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ബിസിനസ് എല്ലാം പൊട്ടി, കുടുംബവും പോയി, എല്ലാം പോയി, നശിച്ച് നാരായണകല്ലാട്ടേക്കോ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു എന്തിനാ വരിടാവുന്നു, വിഷമിക്കുന്നത് എന്തിനാ, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഗ്ലോറി. അദ്ദേഹം ഒരു ചെക്ക് എഴുതി കൊടുത്തു, എത്രയോ ലക്ഷം $1 എങ്ങാണ്ടായിരുന്നു. ഗ്ലോറി. ഈ ഡോളറൊക്കെ എഴുതി കൊടുത്ത് അതിനകത്ത് സൈനും ആ ചെക്കിനകത്ത് പേരും കണ്ടപ്പോഴാണ് മനസ്സിലായി അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന് മനസ്സിലായി. എഴുതി കൊടുത്ത ഈ ചെക്കും ഈ എന്താ പറയുക ഈ ഡോളറൊക്കെ കണ്ട് ഇദ്ദേഹം കണ്ണുകൾ ഇദ്ദേഹത്തിന് കടം വീട്ടി കഴിഞ്ഞ് പിന്നെ ഒരു 4 ബിസിനസ് തുടങ്ങാനുള്ള പൈസയും കൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക. പക്ഷെ ഒറ്റ ഗ്യാരണ്ടിയിലാണ് കൊടുത്തത്, അടുത്ത വർഷം ഇതേ സമയം നമ്മൾ ഇവിടെ വെച്ച് കാണുമ്പോൾ ഈ പൈസ എന്ത് ചെയ്യണം? അടുത്ത വർഷം ഇതേ സമയം ഇവിടെ വെച്ച് കാണുമ്പോൾ ഈ പണം എന്ത് ചെയ്യണം? എന്നിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി കടവും വീട്ടാനുണ്ട്, പുതിയൊരു ബിസിനസ്സും. പക്ഷെ അദ്ദേഹം ആ ചെക്ക് എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് ഈ ചെക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കും. എന്നിട്ട് അദ്ദേഹം ആ ചെക്കിനകത്തെ പൈസ ഉപയോഗിച്ചില്ല. അല്ലാതെ അദ്ദേഹം മുടങ്ങിക്കിടന്ന എല്ലാ ബിസിനസ്സും പോയി എല്ലാവരോടും സംസാരിച്ചോണ്ട് ഇത്ര ദിവസത്തിനകത്ത് പൈസ തരും.
എന്ത് ചെയ്യും? ഇത്ര ദിവസത്തിനകം പൈസ തരും, ബിസിനസ് വീണ്ടും എന്ത് ചെയ്യണം? എന്തിന്റെ ബലത്തിലാ പറയുന്നത്? പറയട്ടെ, കേക്ക്. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ നിർത്തിയിടത്തെല്ലാം പോയി പറഞ്ഞ് ഇത്രാന്ന് പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം മൂവ് ചെയ്തോ, പൈസ എന്ത് ചെയ്യും? ഭയങ്കര ഗ്യാരണ്ടി. അവസാനം ഇദ്ദേഹത്തിന് മുടങ്ങിക്കിടന്ന് എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ വർഷം കൊണ്ട് ഇതിനകത്തുനിന്ന് 1 രൂപ പോലും എടുക്കാതെ മുഴുവൻ ബിസിനസ്സും ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി. അങ്ങനെ അദ്ദേഹം ആ 1 രൂപ പോലും ചെക്കിൽ നിന്ന് മുടക്കാതെ എടുക്കാതെ അതേ ചെക്കും കൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അതേ പാർക്കിൽ ചെന്നു. അദ്ദേഹം അവിടെ ചെന്നിരിക്കുമ്പോൾ അന്ന് ചെക്ക് കൊടുത്ത ആൾ അവിടെ വന്നിരുന്നു. ഇദ്ദേഹം ഈ പോക്കറ്റിൽ നിന്ന് ചെക്ക് എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് 3-4 പേര് വന്ന് ഈ ചെക്ക് കൊടുത്ത ആളെ കയറി എന്ന് പിടിച്ചു. എന്നിട്ട് 3-4 പേര് കൂടി അദ്ദേഹത്തെ പൊക്കിയെടുത്തിട്ട് വണ്ടിക്കകത്തോട്ട് ഇട്ടു. ഈ ചെക്ക് കൊടുത്ത് സഹായിച്ച് ഈ മനുഷ്യനെ പൊക്കിയെടുത്തിരുന്ന കണ്ടപ്പം ഈ മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോന്നേ? അവര് പറഞ്ഞു, ഇദ്ദേഹം ഒരു മെന്റൽ പേഷ്യന്റാ, ഇദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ച് സൈൻ ചെയ്ത് ചെക്ക് എഴുതി എല്ലാവർക്കും കൊടുക്കുന്നതാ ഇദ്ദേഹത്തിന്റെ പരിപാടി. അന്നേരമാണ് ഈ ബിസിനസ് തകർന്ന് ഇന്ന് ബിസിനസ്സിൽ ഉയർന്ന മനുഷ്യന് മനസ്സിലായത് ബ്ലാങ്ക് ചെക്കും കൊണ്ടുള്ള കളിയായിരുന്നു. പക്ഷെ എന്താണെന്നറിയാം, അവന്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള ചെക്ക് അവന്റെ അകത്ത് കയറിയ വിശ്വാസമാണ്. 10 ലക്ഷത്തിന്റെ ചെക്കും 10 കോടിയുടെ ചെക്കിനേക്കാൾ നിന്റെ അകത്ത് കിടക്കുന്ന ഫെയ്ത്ത് ഉണ്ടോ? എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? നിന്റെ അകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ ചെക്ക്. ആരിൽ വേണ്ടി തന്ന 10 ലക്ഷത്തിന്റെ ചെക്കല്ല നിന്റെ ബെനിഫിറ്റ്. കിടപ്പുണ്ടോ കോടികൾ വില മതിക്കുന്ന ചെക്ക് നിന്റെ അകത്ത്. ഞാന് യങ്സ്റ്റേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ഇവനെയൊക്കെ കുത്തിപ്പൊക്കി ഞാൻ ആകാശത്ത് കൊണ്ടുചെല്ലും. എന്തിനാന്നറിയാം, എനിക്കറിയണം എനിക്കിങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് എന്താ. തമിഴ്നാട്ടിൽ ഉള്ളിക്കച്ചവടം നടത്തിയവൻ 58 രാജ്യങ്ങളിൽ ഹോട്ടൽ ഗൃംഗലകളുടെ ഉടമയായിട്ട് മാറിയത് ശരവണ ഭവൻ. അതോ ഇന്ന് എറണാകുളത്തിന് ഹോട്ടൽ തുടങ്ങിയ വിജയിക്കും. കാരണം ഇവിടുത്തെ ഒട്ടുമുക്കാൽ ഹോട്ടലുകളിൽ ദൈവത്തിന് കുറേ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഗ്ലോറി. കാരണം എവിടെ കൊണ്ട് വെറൈറ്റി പേരടിക്കണമെന്നേ ഉള്ളൂ, പഴയ പേരൊന്നും അടിക്കരുത്. ഒറ്റ വട്ടം വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യരുത്. ഹലോ. പക്ഷെ അന്ന് അദ്ദേഹം ഹോട്ടലടിക്കുമ്പോഴേ വീടിന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാത്ത കാലഘട്ടത്തിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. വീടിന് പുറത്തുനിന്ന് ആൾക്കാർ ആഹാരം കഴിക്കാത്ത കാലഘട്ടത്തിൽ ഉള്ളിക്കച്ചവടക്കാരൻ ചുട്ടെടുത്ത ദോശ 58 രാജ്യങ്ങളുടെ പരിധി പൊട്ടിച്ച് കയറിയെന്ന് എങ്ങനെ പറ്റി? അകത്ത് കയറിയ ചെറിയൊരു ഫെയ്ത്ത്. എടാ, എന്റെ ചോദ്യം, ഉള്ളിക്കച്ചവടക്കാരനൊക്കെ അങ്ങനെ കയറാമെങ്കിൽ സകലത്തെ സൃഷ്ടിച്ചവൻ അകത്തിരിക്കുന്ന നിനക്ക് സ്വാഗതമുള്ളവൻ 11-നകത്തുനിന്ന് 12-ലേക്ക് പതിനൊന്നാമത്തെയും പൗലോസ് എന്ത് രസമെന്നറിയാം. പൗലോസിന്റെ ലേഖനങ്ങൾ 14 ലേഖനങ്ങൾ പൗലോസിന്റെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആത്മാവിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നുന്നില്ല. ഗ്ലോറി. 11-ാം അധ്യായത്തിൽ പൗലോസ് നമ്മളെല്ലാം കൂടെ വിളിച്ചുകൊണ്ടിരുത്തി. നോക്കട്ടെ, 11-ാം അധ്യായത്തിൽ നമ്മളെവിടാ? ഈ ഗാലറി കണ്ടിട്ടുള്ളൊരു കാര്യങ്ങൾ ഉയർത്തി. എന്റെ ദൈവമേ, ചുമ്മാതെ കലൂര് വരെ പോയാൽ മതി, ഗാലറി ഉണ്ട് അവിടെ. 11 നമ്മളെല്ലാം കൂടെ ഗാലറിക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് പൗലോസ് പറഞ്ഞു, കണ്ടോ ഹാബേല്, ആനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സാറ, യോസഫ്, മോശ. ഹലോ, കണ്ടോന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കൈയടിച്ച് കൈ പൊട്ടിച്ചിട്ട് കുറച്ചു കഴിഞ്ഞ് പൗലോസ് പറഞ്ഞു, നമുക്കിനി ഗ്രൗണ്ടിൽ പോവാം. മനസ്സിലാവാൻ പറയാം, തെറ്റിദ്ധരിക്കരുത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം നിങ്ങളെ ആ ഒരു കളത്തിൽ കയറ്റി നിർത്തി പ്രാർത്ഥിക്കാൻ പോവാ. എവിടെ പ്രസംഗിച്ചാലും സമയം പോകും. പണ്ട്
തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ദൂതിലേക്ക് നിങ്ങൾ കയറാൻ വേണ്ടി. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തെ അദ്ദേഹം ഗ്രൗണ്ടിൽ 6 ഒക്കെ അടിക്കുമ്പോൾ ഗാലറിക്കകത്തിരുന്ന് കൈകൊട്ടിയൊരു ചെറുക്കനുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ ഗാലറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അവൻ ഈ റൗണ്ട്, ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ റൗണ്ടിൽ ഈ അടിച്ചു വിടുന്ന ബോൾ പെറുക്കാൻ നിന്നു. ഹലോ, അന്ന് കുറച്ച് നാൾ മുമ്പ് അവൻ അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് അച്ഛനടിക്കുന്ന സിക്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആഞ്ഞ് കൈയടിച്ച ചെറുക്കനാണ്. കുറേ നാളിന് മുമ്പാണ് സച്ചിൻ ഒരു തീരുമാനം എടുത്ത്, ഞാൻ ഇനിയും കളിക്കുന്നില്ല. എൻ്റെ കൂടെ ശ്രദ്ധിക്കണം. സച്ചിൻ കളി നിർത്തിയിട്ട് എന്ത് ചെയ്തു? സച്ചിൻ അങ്ങ് പോയി. ഞാനൊരു ദിവസം ആണെങ്കിൽ ക്രിക്കറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ സച്ചിൻ കളി നിർത്തിയെന്നൊക്കെ പറഞ്ഞ സത്യമോ? പക്ഷേ ഈ കണ്ണാടിക്കൂടിനകത്തൂടെ സച്ചിൻ ഇങ്ങനെ നടന്നു പോന്നു. എൻ്റെ സ്വഭാവമല്ലേ, അന്നേരം ഫോൺ വിളിച്ചു സച്ചിനെ. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അതെ കളിയൊക്കെ നിർത്തിയതല്ലേ, പിന്നെന്തോ ഇപ്പൊ ഈ ഗാലറിക്കകത്തൂടെ ഒരു യാത്ര? സച്ചിനോട് നീ കളിയൊക്കെ നിർത്തിയ സത്യമാ, ഇപ്പം വന്നേ എന്തിനാണെന്നറിയോ? കളി കാണാൻ വന്നയാണ്. ശ്രദ്ധിക്കേ, കളി എന്തിനു വന്നേ? ഞാൻ ചോദിച്ചു, പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ബാറ്റിംഗ് കാണാൻ താല്പര്യമുണ്ടോ? സച്ചിനോട് പറയുക, ഉണ്ട് മോനെ. ഞാൻ ചോദിച്ചു, ആരുടെയാ? താണ്ടാ രണ്ടാമത് ഇറങ്ങുന്നവനെ കണ്ടോ, പേര് വിരാട് കോഹ്ലി എന്നാണ്. ഞാൻ ചോദിച്ചു, അവൻ്റെ കളി കാണാം? അവൻ്റെ കളി കാണാൻ വന്നയാ. സച്ചിൻ ഇവൻ്റെ കളി കണ്ടിരുന്ന് കൈയടിക്കുക. കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കോഹ്ലിയോട് ചോദിച്ചു, സച്ചിൻ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കോഹ്ലി ചിരിച്ചോണ്ട് പറഞ്ഞു, പണ്ട് ഇദ്ദേഹത്തിന്റെ കളിയാണ്, ഞാൻ ഗാലറിയിൽ നിന്ന് കൈകൊട്ടിയതാ. ഏ 11 നിങ്ങൾ സച്ചിന്റെ കളി കണ്ട് കൈയടിച്ചവരാ. പക്ഷെ 12 നിങ്ങളുടെ കളി കണ്ടിട്ട് ഉണ്ടാരെങ്കിലും എന്റെ കൂടെ, ഉണ്ടാരെങ്കിലും എന്റെ കൂടെ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? പതിനൊന്നാം അധ്യായം നമ്മൾ ഗാലറിക്കാത്ത അബ്രഹാമിന്റെയൊക്കെ ഓട്ടോ, ആനോക്കിന്റെയും നോഹയുടെ ഒക്കെ കണ്ടിട്ട് നമ്മൾ അടിച്ച് കൈ അടിച്ച് നമ്മൾ തകർത്ത്, നമ്മളെ പൗലോസ് പറഞ്ഞു 11 നിൽക്കണ്ട, നമുക്ക് 12 പോ. നമ്മൾ 12 കയറിയപ്പം 11 നിന്നവരെല്ലാം കൂടെ ഇപ്പം ചുറ്റും നിൽക്കുന്നെന്ന് പറഞ്ഞ ആരാന്നറിയാവോ? ഗ്യാലറിക്കകത്തിരിക്കുന്നവരെ നോക്കിയ. അങ്ങനാണെങ്കിൽ പുതിയ നിയമസഭ എവിടാ? നിങ്ങൾ ട്രാക്കിടാ. ഓ ജീസസ്. എനിക്കങ്ങ് പ്രസംഗിക്കണോ, ഇവിടെ ഓടണോന്നൊക്കെയാണ്. എനിക്ക് വചനം ഭയങ്കര ഇഷ്ടമാ. 11 നമ്മൾ അബ്രഹാമിനെ നോക്കി കൊള്ളാം. 12 വന്നപ്പോ നമ്മളെ നോക്കിട്ട് അബ്രഹാം കണ്ടോ. ഹലോ, വീടൊക്കെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, അപ്പനും അമ്മയൊക്കെ എതിരായി, സഹോദരങ്ങൾ എതിരായൊക്കെ, എന്നിട്ടും കർത്താവിനെ വിട്ടുമാറാതെ ഇതിനകത്ത് വന്ന് കൈയടിക്കുമ്പോണ്ടല്ലോ, ജോസഫ് നിങ്ങളെ നോക്കി എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ. ഈ ജനറേഷനിലെ ജോസഫ് എഴുന്നേറ്റ് വാ. ഒട്ടനെ പോലെ വീട്ടിനകത്ത് ഭർത്താവ് പ്രവചനത്തിന്റെയും ആത്മാവിന്റെയും വാക്തത്വങ്ങളുടെയും പുറകിനൊക്കെ നടക്കുമ്പോ കിളിവാതിൽ കൂടെ ഇവൻ എന്തുവാ കാണിക്കുന്നതെന്ന് ചോദിക്കാതെ പിടികിട്ടിയോ? അകത്തളത്തിൽ അവനോടൊപ്പം ഇരുന്നാൽ. ഞാൻ പറഞ്ഞില്ല, ഈ സാറയുടെ പേരെടുത്ത് എഴുതിയ കാര്യം ഒന്ന് പറയാം. നമ്മുടെ ചുറ്റും നിൽക്കുമല്ലേ, സാറയെ വിളിച്ചോണ്ടിരുത്തോട്ടോ അങ്ങോട്ട്. സാറയോട് ചോദിച്ചേ, എന്തിനാ ഈ ഞങ്ങളുടെ ചുറ്റും വന്ന് നിൽക്കുന്നേ? സാറ ചിരിച്ചോണ്ട് പറയും, ഒത്തിരി ഒന്നും പറയാനില്ല, ഒറ്റ വാക്ക് പറയാം. നിങ്ങൾ ചോദിക്കണം, എന്താ ഈ തലമുറ ഈ ട്രാക്കിൽ ഓടാൻ നിൽക്കുന്ന ഞങ്ങളോട് അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്താ സാറാമ്മച്ചിക്ക് ഞങ്ങളോട് പറയാനുള്ള ദൂത്? അമ്മച്ചി ചിരിച്ചോണ്ട് പറയും, മക്കളെ നിങ്ങൾക്ക് അറിയണം,
രാത്രി തപ്പി നോക്കുമ്പോൾ കാണാനില്ല. കേക്ക് ഞാൻ വീട് തുറന്ന് കണ്ണു ഉറക്കാൻ വേണം, മേളോട്ട് നോക്കി നക്ഷത്രം എണ്ണുക. ഒന്നേ 4 നോക്കിയ നട്ടപ്പാതിലേക്ക് എഴുന്നേറ്റ് നക്ഷത്രം എണ്ണിയവനെ. എന്റെ ദൈവമേ, ഇന്നത്തെ കാലഘട്ടത്തിലെ സാറയായിരുന്നെങ്കിൽ അബ്രഹാം നക്ഷത്രമൊക്കെ എണ്ണി വന്ന് കിടന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുമ്പോൾ സാറെ പിന്നെ കാണത്തില്ല. അബ്രഹാം ഉറങ്ങി എഴുന്നേക്കുന്ന സമയം കൊണ്ട് സാറ വീട്ടിൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്നൊരു കോള്, രാത്രിക്ക് നക്ഷത്രം ഉണ്ടെന്നവനോട്ട് ജീവിക്കാൻ ഇച്ചിരി. പക്ഷെ എനിക്കൊരു അത്ഭുതം, എന്തിനാന്നറിയ സാക്ഷികളെ ചുറ്റും കൊണ്ട് നിർത്തിയ ഓട്ടക്കാരെ, അമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, എന്തിനാന്നറിയ സാറെ കൊണ്ട് നിർത്തിയേ? നട്ടപ്പാതിലേക്ക് നക്ഷത്രം എണ്ണി വന്ന് കിടന്നിട്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റപ്പെടും. സാറെ എഴുന്നേറ്റിട്ട് ചോദിച്ചില്ല വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചോ? രാവിലെ എഴുന്നേറ്റിട്ട് സാറയൊക്കെ, യജമാനനെ ചായ വേണോ? ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഇത് പറയാൻ കൃപയുള്ളവർ ഇതിനകത്തുണ്ടോ? നിനക്ക് 90 അല്ല 200 അല്ല 500 വയസ്സായാലും നിനക്ക് വാഗ്ദത്തം ജനിക്കും. വാഗ്ദത്തം പുറത്തു വരണോ? ഒബീഡിയൻസിന് ആവശ്യമാ. എന്താ സാക്ഷികൾ നമുക്ക് ചുറ്റും നിൽക്കുക. വിശ്വാസത്തിന് വേണ്ടി ഒരു വീട്ടിനകത്ത് ഗൃഹനാഥനൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന കാണുമ്പോൾ എന്തൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ഇടയ്ക്ക് സാറെ നോക്കിയത്, സാറെ ഇങ്ങനെ നിങ്ങളെ കാണിക്കും. ഇത് ഒരു വട്ടം വല്ലോ ആണോ? ഹലോ, 24 വർഷത്തിൻ്റെ ഇടയിൽ. പക്ഷെ എനിക്കങ്ങ് അത്ഭുതം തോന്നിയൊരു പദം, എല്ലാ ദിവസവും ഈ നക്ഷത്രമൊക്കെ എണ്ണി പൂഴിയൊക്കെ എണ്ണിയൊക്കെ വരുന്ന ആളെ നോക്കിയിട്ട് രാവിലെ എഴുതി, യജമാനനെ, ദൈവം എന്നോട് പറഞ്ഞു, എന്തിനാടാ സാറെ ഇതിനകത്ത് കൊണ്ട് നിർത്തിയെന്നറിയാവോ? ഞാൻ ചോദിച്ചു, എന്തിനാ? പഠിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പഠിക്കണം? ആത്മാവിനനുസരിച്ച് നടക്കുന്നവനെ എന്ത് വിളിക്കണമെന്ന് പഠിക്കണം. ഞാൻ ഇതിനകത്ത് കാണുന്നു കേട്ടോ, ചിലതിനെ സ്വർഗം ഇതിനകത്ത് തൊടുന്നുണ്ട്. ആമേൻ. ഈ തലമുറയിൽ ട്രാക്കിനകത്ത് ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ഓട്ടക്കാരനാ, ഞാൻ ട്രാക്കിൽ നിൽക്കുന്നവനാന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? അത് വിശ്വസിച്ച് കൈവയ്ക്കാൽ മതി, കാൽവേദന മാറും. ആരും കൈവെക്കണ്ട, വേടിനെ നീ വിശ്വസിച്ചാ മതി. എനിക്ക് ഓടണമെന്ന് ആഗ്രഹം തോന്നിയോ, കൊളസ്ട്രോൾ പോകും. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? 11 ഒരു കൂട്ടം ആൾക്കാരെ നമ്മളെ നിർത്തി അവരുടെ ട്രാക്കിലെ ഓട്ടം കാണിച്ച് 12 വന്നിട്ട് അവരെ ഗാലറിക്കകത്ത് കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞ്, ദാണ്ടെ ഈ ജനറേഷനെ നോക്കിക്കോ. ആ ജനറേഷനെ നോക്കി ഞാൻ വിളിക്കുന്നു ജോഷുവ ജനറേഷൻ. 12 കയറിയ ജനറേഷനെ നോക്കി ആത്മാവിൽ ഞാൻ വിളിക്കുന്നു ജോഷുവ ജനറേഷൻ. ജോഷുവ ജനറേഷൻ. ഇന്ന് രാത്രി അത് വെളിപ്പെടുകയാ. 12 ജോഷുവ ജനറേഷൻ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മീതെ 12 അധ്യായത്തിന്റെ അഭിഷേകം. Mighty name of Jesus. ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് റിലീസ് ആവുന്നു. സ്വീകരിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പറയുമ്പോ പ്രസംഗം നിർത്താൻ പോയാ,
പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാ, ഇനി നീ പലതിനും കൈവട്ടാനുള്ളവനല്ല, നിന്നെ കണ്ടിട്ട് പലരും കൈവട്ടാൻ പോകുകയാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിന്നെ നോക്കി പലരും കൈവട്ടാൻ പോകുകയാ, നിന്നെ ചിലര് വിരല് ചൂണ്ടാൻ പോകുകയാ. അടുത്തിരിക്കുന്നവരെ കരത്തി പിടിച്ചിട്ട് പറ, 12-ാം അധ്യായത്തിൽ കയറാൻ പോവാന്ന് പറ. 12-ാം അധ്യായത്തിന്റെ ഒരു വെളിപ്പാട് പറയട്ടെ. 11-ാം അധ്യായത്തിൽ മഹത്വം കാണണമെങ്കിൽ അകത്ത് റെവലേഷൻസ് ഓപ്പൺ ആകും. 11-ാം അധ്യായത്തിൽ മഹത്വം കാണണമെങ്കിൽ ആലയത്തിൽ ചെല്ലണം. പക്ഷെ 12-ാം അധ്യായത്തിൽ മഹത്വം ആലയത്തിൽ ചെല്ലണ്ട, കാണാൻ ആലയത്തിലിരുന്ന മഹത്വം നിന്റെ വീട്ടിനകത്ത് വരും. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ക്യാച്ച് ചെയ്യാൻ എത്ര പേരുണ്ട്? അവർ ഉറക്കെ വിളിച്ചു പറ, യേശുവേ. ഈ പഴയ നിയമത്തിനകത്തുനിന്ന് ഒരു 12-ാം അധ്യായം ഞാൻ കൊണ്ടുവരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിൽ മുഴുവൻ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെന്ന് കണ്ട മഹത്വം. പുരോഹിതനിൽ കൂടി ആര് കാണും? ജനം കാണും. പക്ഷെ കാലം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴേ, ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു വീടിനകത്ത്, ഒരു കൊച്ചു കുടുംബം ഒരു വീടിനകത്തിരിക്കുക. കുറച്ചു നേരം നിൽക്കാവോ? ആർ യു റെഡി? എന്നെ ശ്രദ്ധിച്ചാ മതി, എന്നെ ശ്രദ്ധിച്ചാ മതി. എനിക്കറിയാം ഇതിനകത്തുനിന്ന് ഒരു ജനറേഷൻ പൊങ്ങാൻ പോവാ. റിവൈവലിസ്റ്റുകൾ ഉണ്ടോ ഇതിനകത്ത്? അവർ ശരീരമൊക്കെ ഇങ്ങനെ നാക്കിയേ. Jesus. ശ്രദ്ധിച്ചേ, എനിക്കറിയാം നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്ന എനിക്കറിയാം. ഇടയ്ക്കൊക്കെ ചുമ്മാ കുറഞ്ഞു നോക്കണം കേട്ടോ. ഫ്ലൈറ്റ് പറക്കുന്നതിന് മുൻപേ ചുമ്മാതെ പൈലറ്റ് ചാടി കയറിയിട്ട് എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് പോവല്ല. അതോ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിൻഡോ സീറ്റിന് ആ സൈഡിലൊക്കെ ഇരിക്കുമ്പോഴേ ഈ പൈലറ്റ് അങ്ങോട്ട് കയറിയിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പുള്ളിയ ഈ ചിറകിന്റെ സൈഡിലുള്ള ഇതൊക്കെ ഇങ്ങനെ എല്ലാം നോക്കുകയാണോ നോക്കും. ഇടയ്ക്കൊന്ന് നോക്കിക്കഴിഞ്ഞു. ഞാൻ രാവിലെ മോർണിംഗിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ കണ്ടു. ഞാനാണ് ചുമ്മാതെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കും, കുറച്ച് ദൂരം ഓടും, ഏകദേശം 6-7 കിലോമീറ്റർ ഡെയിലി. അന്നേരം ഇങ്ങനെ ഞാൻ ഒരാളെ കണ്ടു. ഒരു പുള്ളിക്കാരൻ ഞാൻ ഇടയ്ക്ക് എനിക്ക് പുള്ളിക്കാരൻ കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ ഒന്ന് അനുകരിക്കണം എന്ന് തോന്നി. പുള്ളി ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പിടിക്കുന്നതാണ്. ഞാൻ വെച്ചേട്ടാ ഈ ഓടുമ്പോൾ ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓടുന്നതിന് മുമ്പ് ഇത് കാണിച്ചിരിക്കണം. എറണാകുളത്തുള്ള ഏതോ ഒരു ഡോക്ടർ പറയുക, മസിൽ പിടുത്തം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഓടുന്നതിന് മുൻപ് ചുമ്മാതെ ഇവിടെ നിന്ന് കാലൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ നാക്കിയാൽ മതി. നിങ്ങൾ രോഗം കൊണ്ടായിരിക്കും വന്ന് പോകുമ്പോൾ അത് കാണത്തില്ല. ഈ ഫ്രീഡം ഉള്ളിടത്തെ ഇനി ഭയങ്കര ഫ്രീഡം ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇതിനകത്ത്. കാരണം ഞാൻ മെസ്സേജിന്റെ ഒരു സൈഡിൽ പോലും വന്നിട്ടില്ല. പക്ഷെ ഞാൻ കാര്യം ഫ്രീഡം ഉള്ളിടത്ത് എനിക്കറിയാം, ആത്മാവുള്ളിടത്താ ഫ്രീഡം ഉണ്ടാകുന്നേ.
സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞ ദൈവദാസനുണ്ട്. വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം, അദ്ദേഹം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ ചെന്നു. വിസിറ്റ് ചെയ്യാൻ പോയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടായിരുന്നു. പുള്ളി ആരാന്നറിയാമോ? പ്ലംബർ ആയിരുന്നു. ആരാ? അദ്ദേഹത്തെ കർത്താവ് തൊട്ട് സാന്നിധ്യമൊക്കെ ഇറങ്ങി അഭിഷേകമായി ദൈവദാസനായി. അദ്ദേഹം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ കാണാൻ വേണ്ടിയാണ് ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ ആസ്റ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടർമാർക്കിനകത്ത് ഒത്തിരി പേരുണ്ടല്ലോ, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്കൊരാളെ കയറി കാണണമെങ്കിൽ. ആശ്രീ ഞാൻ എൻ്റെ ഒരു കസിൻ ഈ ഇടയ്ക്ക് അവിടെ കിടന്നപ്പം അവിടെ പ്രത്യേക സമയമൊക്കെ ഉണ്ട് കയറാൻ. പക്ഷെ ഞാൻ ആ സമയത്തല്ല ചെല്ലുന്നത്, കാരണം നമുക്ക് സമയമില്ല. പക്ഷെ ഞാൻ കയറുമ്പോഴേ പറയും, ദൈവമേ ഒറ്റ ഒരുത്തൻ്റെ കണ്ണിപ്പെടരുത്. ആ എൻ്റെ പ്രിയരെ, അവിടെ ആ കുഞ്ഞ് അവിടെ 28-30 ദിവസത്തിന് മേളിലാണ് ഉണ്ടായിരുന്നു. 30 ദിവസവും ഞാൻ അവിടെ കയറി ഇറങ്ങി, ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനൊരു ദൂത് പറഞ്ഞ് വിടാൻ പോവാ. നടക്കാത്ത ഫയലൊക്കെ കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടോ? നാളെ ചുമ്മാതെ കയറി ചെന്ന സൈൻ ചെയ്തിരിക്കും. ഞാനിത് ലൈവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ചിലപ്പോൾ എൻ്റെ മെസ്സേജ് അവൻ കേട്ടോണ്ടിരിപ്പുണ്ടായിരിക്കും. ഒരിക്കലും ഒരു ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചെറുക്കനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നെന്ന്. എന്തോ പറഞ്ഞേ? അന്യഭാഷയൊന്നുമില്ല, പ്രവചനമൊന്നുമില്ലായിരുന്നു. ഭാഷ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ. അത് ലൈവിൽ കൂടെ പറയാൻ പറ്റുമെന്നുള്ളതാ. ലൈവ് ഇച്ചിരി നേരത്തെ കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ, ഓക്കെ. കാരണം ഇത് നിങ്ങളുടെ ആകെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി പറയുക, വേറൊന്നുമല്ല. അത് വേറെ ആരും കേൾക്കണം, അതുകൊണ്ടാണ്. ചിലർക്ക് വേണ്ടി ചിലർ എഴുതും. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഞാൻ ആത്മാവിൽ ഇതിനകത്ത് പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ തിരിക്കും. ലൈവ് ഓണാക്കിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് ഈ 11-ാം അധ്യായത്തിനകത്ത് അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യണം? മഹത്വം കാണണം. 12-ാം അധ്യായത്തിന്റെ പ്രത്യേകത, നീ ചെല്ലണ്ട, നീ ഉള്ളിടത്തോട്ട് മഹത്വം വരും. ഒറ്റ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സാക്ഷികൾ നിങ്ങളുടെ ചുറ്റും നിൽക്കട്ടെ.
ആ സാക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് ചുറ്റും നിൽക്കുന്ന സാക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിക്കണം പേരെന്താ? അദ്ദേഹം പറയും ഒബേദെദോമെന്നാ. എന്താ ഞങ്ങളോട് പറയാനുള്ള തൂത്? അദ്ദേഹം പറയും വീട്ടിലിരുന്നാ മതി, സമയമാകുമ്പോ ഹേ മഹത്വം നിന്റെ വീടിനകത്ത് വരും. ശ്രദ്ധിക്കേ, ശ്രദ്ധിക്കേ. ഞാൻ ഇങ്ങനെ അതിന് വിവരിക്കാൻ പോവുക. കേൾക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു ദിവസം ഒബേദെദോമും കുഞ്ഞുങ്ങളും ഭാര്യ എല്ലാവരുടെ വീട്ടിനകത്തിരിക്കുമ്പോൾ ആരോ ഒന്ന് ഡോറി മുട്ടി. ഒബേദെദോം കണ്ണു തുറന്ന് കതവ് തുറന്നു നോക്കുമ്പോൾ ഒബേദെദോമിന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം എന്താണെന്നറിയോ? ഒബേദെദോം ചങ്കത്ത് കൈവച്ചു. കാരണം ഇസ്രായേലിന്റെ തേരും തേരാളിയും വന്ന് നിൽക്കുക. ഒന്നുകൂടെ പറഞ്ഞ ഇസ്രായേലിന്റെ രാജാവ് കുടിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. ആരാ? രാജാവ് ദാവീദ്. ഞാനിങ്ങനെ പറയാം, നിങ്ങളത് എന്റെ കൂടെ വന്നാൽ മതി, നിങ്ങൾക്കെല്ലാം കത്തും ഗ്ലോറി. ഒബേദെദോം ചങ്കത്ത് കൈവച്ചിട്ട് പറഞ്ഞു, രാജാവാണോ ഇവിടെ? രാജാവ് പറഞ്ഞു, അതെ ഒബേദെദോമേ, ഞാനാ ദാവീദാ. എന്തിനാ രാജാവേ ഈ അടിയന്റെ വീടിന്റെ മുമ്പിൽ ഇപ്പം വന്ന് നിൽക്കുന്നേ? രാജാവ് പറയും, വന്നതല്ലടാ, കൊണ്ടുവന്നതാ. കൊണ്ടാരെങ്കിലും എന്റെ കൂടിന്റെ മകളെ? ഒബേദെദോം ചോദിച്ചു കാണും, ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. ദാവീദ് പറഞ്ഞു, സമയം കിട്ടിയില്ലടാ. എനിക്കറിയില്ല കേട്ടോ, എന്തോ ഒരു ഭയങ്കര ഗ്ലോറി, ഒരു അസാധാരണമായ ഗ്ലോറി. ഒബേദെദോം ചോദിച്ചു കാണും, രാജാവേ എന്നാലും അടിയന്റെ വീടിന്റെ ഈ കൂരയുടെ ഈ കൊച്ചു കുടിലിന്റെ മുമ്പിൽ അങ്ങ്. ദാവീദ് തിരിച്ചോണ്ട് പറഞ്ഞു, ഒത്തിരി പറയാൻ സമയമില്ല മോനെ, വന്നതല്ല കൊണ്ടുവന്നതാ. ഒബേദെദോം ചോദിച്ചോളൂ, രാജാവെ ആരാ കൊണ്ടുവന്നേ? എന്റെ പുറകിലുണ്ട് ആള്. എന്താ ശ്രദ്ധിക്കണേ, ഒരു ദൂതി കയറാനാ, എന്റെ പുറകിലുണ്ട് ആള്. ഒബേദെദോം എത്തി നോക്കിയപ്പോ ആളാരാ? താണ്ടടാ സ്വർണ്ണ കളറിൽ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന പെട്ടകം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന പെട്ടകം രാജാവിന്റെ പുറകിൽ നിൽക്കുകയാ. പെട്ടകത്തിന്റെ മുൻപിൽ രാജാവ് നിൽക്കുകയാ. ഒന്നുകൂടെ തുറന്നു പറയാം, മഹത്വം നിന്റെ വീടിന്റെ വെളിയിൽ വന്നാ മതി, രാജാവ് നിന്റെ വീടിന്റെ അകത്താ. ഇന്ന് രാത്രി തിരിച്ചു ചെല്ലുമ്പോ ചിലരത് കാണാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ വിളിച്ചേ, യേശുവേ. ജീസസ്. ഓടാം ഓടാം ഓടാം. ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നാ ജനമായത്? നിങ്ങളുടെ പാസ്റ്റർ എത്ര ബ്ലസ്ഡ് മാനാ. ഇത്ര നല്ല ജനത്തെ കിട്ടുക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ റെഡിയാണെ ഞാൻ മോർണിംഗിൽ 5 മണി വരെ പോ. നാളെ മോർണിംഗിൽ ആരാധനയില്ല. എനിക്ക് ഇങ്ങനത്തെ ജനത്തെ കിട്ടിയാൽ ഞാൻ നിൽക്കും. ഇതുപോലെ സന്തോഷം വേറെ എവിടെ കിട്ടും? അയ്യോ, ചുമ്മാതെ റബ്ബർ ഷീറ്റിന്റെ ഇടയിലൊക്കെ കിടന്ന് നമ്മളെ കൊണ്ടുവന്ന് എറണാകുളത്ത് നിർത്തിയത്. ഇന്ന് ചില വീടിനകത്ത് ഇത് സംഭവിക്കും, ചില കുടുംബത്തിനകത്ത് ഇത് സംഭവിക്കും. ദാവീദ് പറയുന്ന കാര്യം കേൾക്കണേ. ഒബേദെദോമേ, മഹത്വം ഒന്ന് വീട്ടിൽ വെക്കണം. എനിക്കിതൊക്കെ പറയാൻ പോലും ഇപ്പൊ പേടിയാ. ഒബേദെദോം ചക്കത്ത് കൈവച്ച്, മഹത്വം ഈ കുടിലിനകത്തോ? ദാവീദ് പറഞ്ഞു, വെച്ചേ പറ്റൂ. ഞാൻ ദാവീദിനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, വെച്ചേ പറ്റൂ. ദാവീദെ, നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ദൈവമാ. കാരണം ഇത് ജാതികളുടെ അകത്തോട്ട് മഹത്വം വരുന്നതിന്റെ തെളിവാ. ജോഷുവ ജനറേഷൻ അകത്ത്
ഹോ ഹോ ഹോ. ജാതികളുടെ അകത്തോട്ട് മഹത്വം. ഇത് നിഴലാ. അതുകൊണ്ടല്ലേ ഒരിക്കലും പേടിച്ചോടുക. നിങ്ങൾ ഈ ദാവീദിനെ ചുമ്മാതെ പുറകിൽ നടന്നോണം കേട്ടോ, വിടരുത്, ഫോളോ ചെയ്തോണം. ചിലർ പറയും ദാവീദിനെ ഒന്നും വേണ്ടാന്ന്, വെറുതെയാ, പിടിച്ചോണം. ചുമ്മാതെ പുള്ളി വനത്തിൽ കൂടെ ഓടിയാൽ നിങ്ങളും പുറകിന് ഓടിയാൽ മതി. പുള്ളി ഓട്ടം നിൽക്കുമ്പോൾ നിങ്ങൾ പുള്ളിയുടെ മുന്നിൽ കയറണം. നിങ്ങൾ ദാവീദിനെ കാണത്തില്ല, പിന്നെ ക്രിസ്തുവിനെ കാണും. ഒരിക്കൽ ദാവീദ് കാട്ടിക്കൂടെ ഓടി 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 ഞാനും ഓടി പുറകിന് 1.5 മണിക്കൂർ ഞാനും പുള്ളിയുടെ ഒറ്റ ഓട്ടം. എൻ്റെ മെസ്സേജൊക്കെ ഇങ്ങനെ. എനിക്ക് പഠിച്ചു പറയാൻ അറിയത്തില്ല, എഴുതി വെച്ച് പറയാൻ അറിയത്തില്ല, കിട്ടുന്നത് പറയും. ഞാൻ ഇദ്ദേഹം ഓടുന്ന കണ്ടിട്ട്, കാരണം രാജാവല്ലേ, പേടിച്ചിങ്ങനെ ഓടുന്ന കണ്ടപ്പോൾ ഞാനും പുറകിന് ഓടി. അവിടെ വരെ ഓടുമെന്ന് അറിയണമല്ലോ. ഞാൻ നോക്കണം ഓടി 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 പുള്ളി എന്നൊരു കൂടാരത്തിനകത്തോട്ട് ഓടിച്ചെന്ന് കയറി. പുള്ളിയുടെ കൂടെ കുറെ ആൾക്കാരും കയറി. ഞാൻ ജനലൊക്കെ തുറന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പം കാണാം, എടാ പുരോഹിതന്മാർ മാത്രം കഴിക്കുന്ന തിരുമേശക്കകത്തെ അപ്പം എടുത്ത് ദാവീദ് കഴിക്കുന്നു. നിക്ക് ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കിയാണ്, ദാവീദ് മാത്രമല്ല അവിടെ കൂടെ വന്നവന്മാർ മുഴുവൻ കഴിക്കുവോ. ഗോത്രക്കാരന് ഏത് ഗോത്രത്തിൽ എവിടെ ഉള്ളതെന്നും അറിയത്തില്ല. ദാവീദ് അപ്പമൊക്കെ കഴിച്ചിറങ്ങിയപ്പം ഞാനും ദാവീദിന്റെ പുറകിനിറങ്ങിയപ്പം മുതൽ എൻ്റെ കൂടെ വേറെ ആളൂടെ കൂടി. തമ്പുരാൻ എന്നോട് ചോദിച്ചു, എന്തായാലും കണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ജന്തുവാ. ഞാൻ പറഞ്ഞു തിരുമേശക്കകത്തെ അപ്പം എടുത്ത് കഴിച്ചു. ശരിയല്ല. തമ്പുരാൻ പറഞ്ഞു, ആര് പറഞ്ഞു ശരിയല്ലെന്ന്? ഞാൻ പറഞ്ഞു നിയമം അങ്ങനെ അല്ലല്ലോ. എടാ അത് നിന്നോടുള്ള ദൂതാ. ഞാൻ ചോദിച്ചു എന്താ? എടാ ദാവീദ് ആരാ? ഞാൻ പറഞ്ഞു യഹൂദ ഗോത്രക്കാരനാ. തിരുമേശക്കകത്തെ അപ്പം ആർക്ക് തിന്നെ? ഞാൻ പറഞ്ഞു ലേവി ഗോത്രക്കാരന്. ദാവീദിന്റെ കൂടെ വന്നവർ ഏത് ഗോത്രക്കാർ? ഞാൻ പറഞ്ഞു ഏതെല്ലാം ഗോത്രത്തിലുള്ളവരുണ്ട്. ഹലോ, എന്നോട് തമ്പുരാൻ ചോദിച്ചു, എടാ യഹൂദ ഗോത്രക്കാരൻ അപ്പം തിന്നപ്പോൾ ആരുടെ കൂടെ തിന്ന്? കൂടെയുള്ള മുഴുവൻ ഗോത്രക്കാരനും തിന്ന്. തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിന്റെ മഹാപുരോഹിതൻ വരുന്നത് ലേവി ഗോത്രത്തിൽ നിന്നല്ല, നിന്റെ മഹാപുരോഹിതൻ വരുന്നത് യഹൂദ ഗോത്രത്തിൽ. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹം, അവൻ എന്റെ മഹാപുരോഹിതൻ. ദാവീദ് പറയുവാ, ഒബേദോമേ ഒന്ന് വെക്കണം അകത്തോട്ട്. ഒബേദോം രാജാവല്ലേ പറഞ്ഞു. ഒബേദോം പറഞ്ഞു, രാജാവേ വെച്ചോ. നിങ്ങൾ ചിന്തിക്കണേ, കൊച്ചു കുടിലിനകത്തോട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർവ്വലോകം ഉറ്റുനോക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വം എടുത്ത് കൊച്ചു കുടിലിന്റെ ഒരു മൂലക്കോട്ട് വെച്ചു. എന്തുകൊണ്ടാ ഇപ്പൊ ഇവന്റെ കുടിലിന്റെ മൂലക്കകത്ത്, ഇവന്റെ വീടിനകത്ത് മഹത്വം കയറിയേ? ഒറ്റ ദൂത് ഞാൻ പറയാം, എടുത്തവന്റെ ക്രമക്കേട് നിമിത്തം മഹത്വം ചരിഞ്ഞതുകൊണ്ടാ. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് പകല്? ഒന്നുകൂടെ പറഞ്ഞാൽ, മഹത്വം ഒന്ന് വീഴാൻ തുടങ്ങിയത് കൊണ്ട് അടുത്തവന്റെ വീടിനകത്തേക്ക് നിൽക്കണേ. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട് ഇതിനകത്ത്. ഇനി മഹത്വത്തോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അതെ, ഇത്രയും ദൂരം വന്നിട്ട് ശ്രദ്ധിക്കണം. എവിടുന്ന ഇത്രയും ദൂരം അവിടുന്ന് വന്നിട്ട് എന്താ ഇവിടെ വന്നപ്പോ മാത്രം ഒരു പ്രശ്നം? എൻ്റെ അകത്ത് വന്ന് ചിന്ത, എൻ്റെ അകത്ത് വന്ന് ധ്യാനമാണ് ഞാനീ പറയുന്നത്. ഇത്രയും ദൂരം വന്നിട്ട് മറ്റൊരിടത്ത് വെച്ചും കാള വിരണ്ടില്ലല്ലോ. ഇവിടെ വന്നപ്പോ എന്താ കാള വിരണ്ടേ? ദൈവം എന്നോട് പറഞ്ഞു, വിരണ്ടതല്ലടാ, ഞാൻ അവനെ ഒന്ന് ഇളക്കിയതാ. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാ? എന്നാലേ എനിക്ക് കുടിലൊന്ന് കയറാൻ പറ്റൂ. ഓ, ഇന്ന് രാത്രി ചില കുടിലുകളുടെ അകത്ത്, ചില വീടിന്റെ അകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കയറി പിടിക്കാൻ പറ്റുമോ? ഗബതയുടെ കൽത്തളത്തിൽ അടികൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞ ഗതശമനയിൽ പിടിക്കപ്പെട്ട്, ഗബതയിൽ തകർക്കപ്പെട്ട്, ഗോൽഗോതയിൽ തറയ്ക്കപ്പെടാൻ ക്രിസ്തു നടന്ന് കയറുകയാണ്. എന്റെ ചോദ്യം, ഇത്രയും ദൂരം നടന്നിട്ട് വീണെന്ന് ഒരിടത്തും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, നമ്മളാ പറയുന്നേ. പക്ഷെ വീണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു.
നിങ്ങൾ തമ്പുരാനോട് ചോദിച്ചേ എവിടെ വെച്ചാ വീണേ? തമ്പുരാൻ പറയും ഗബതയെ നടന്നപ്പോഴൊന്നും വീണില്ല. പിന്നെ എവിടെ വെച്ചാ വീണേ? തമ്പുരാൻ പറയും ഈ വയലിൽ നിന്ന് ഒരുത്തൻ കയറി വരുന്ന കണ്ടപ്പോ ഒന്ന് വീഴാൻ തോന്നി. ഉണ്ടോ ആരെങ്കിലും? എന്താ അത്? അവനും ഞാനൂടെ ഒരു കൂട്ടായ്മ.